അത്തരം പ്രവൃത്തികളിൽ ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല. അതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് എനിക്ക് പരിപൂർണ ബോധ്യമുണ്ട്. അതിനാൽ ചെറുതോ വലുതോ ആയ ഒരു പാഴ്വസ്തുവും ഞാൻ വലിച്ചെറിയില്ല. നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഉപയോഗിക്കുകയുമില്ല. ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായും സഹകരിക്കും. മാലിന്യമുക്ത നവകേരളത്തിനായി നാടിനൊപ്പം ഞാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിന്റെ നവകേരള സദസ്സിന് ആതിഥ്യമരുളുന്ന SB കോളേജിലെ ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നതിനായി കൺവീനറും LR ഡെപ്യൂട്ടി കളക്ടറുമായ ശ്രീമതി സോളി ആന്റണി മാഡത്തെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. നവകേരള സദസ്സിൻ്റെ ചങ്ങനാശ്ശേരിയിലെ പ്രൗഢഗംഭീരമായ ഈ വേദിയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ചങ്ങനാശ്ശേരി നിയോജക മണ്ഡല സദസ്സിൻ്റെ ചെയർമാനും അധ്യക്ഷനുമായ ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് ജി ശ്രീ ജോ മൈക്കിൾ സാർ, സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ റോഷി അഗസ്റ്റിൻ, സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീമതി ചിഞ്ചുറാണി, സംസ്ഥാന തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ MP രാജേഷ്, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരെ, നവകേരളത്തിൻ്റെ സാക്ഷാത്കാരത്തിനായി ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ഭാവി കേരളത്തിനായുള്ള വികസന ആശയങ്ങൾ എന്നിവ ജനങ്ങളിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കുവാനും അവയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് ഭരണനിർവഹണം മെച്ചപ്പെടുത്തുന്നതിനും കേരളത്തിൻ്റെ വികസന കുതിപ്പിന് ആക്കം കൂട്ടുന്നതിനും ആവിഷ്കരിച്ചു വരുന്ന പദ്ധതികൾ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമാണ് നവകേരള സദസ് എന്ന ആശയം കേരള സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യം മുൻനിർത്തി റവന്യൂ വകുപ്പ് രൂപം നൽകിയ പട്ടയ മിഷൻ, അതിദാരിദ്ര്യ നിർമ്മാർജ്ജന യജ്ഞം, ലൈഫ് മിഷൻ, ആർദ്രം മിഷൻ, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, ഹരിത കേരള മിഷൻ, വിവിധ ക്ഷേമ പെൻഷനുകൾ, ആരോഗ്യ മേഖലയിലെ മുന്നേറ്റം തുടങ്ങിയവയിലൂടെ സംസ്ഥാന സർക്കാർ നവകേരളത്തിന് തുടക്കമിട്ടു. കേരള മന്ത്രിസഭ ഒന്നാകെ എത്തിയ നവകേരള സദസ്സിന് ഇന്ന് ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലം വേദിയാവുകയാണ്. ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിൻ്റെ പ്രിയങ്കരനായ MLAയും നവകേരള സദസ്സിൻ്റെ ചെയർമാനും ഈ യോഗത്തിൻ്റെ അധ്യക്ഷനുമായ അഡ്വക്കേറ്റ് ജോ മൈക്കിൾ സാറിനെ ഏറെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം ഈ വേദിയിൽ എത്തിച്ചേരുന്ന ആദരണീയനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിനെ ഈ യോഗത്തിലേക്ക് ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. വേദിയിൽ ഉപവിഷ്ടനായിരിക്കുന്ന സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ റോഷി അഗസ്റ്റിൻ സാറിനെ ഈ യോഗത്തിലേക്ക് ഏറെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. വേദിയിൽ ഉപവിഷ്ടനായിരിക്കുന്ന സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീമതി ചിഞ്ചുറാണി മാഡത്തിനെ ഈ യോഗത്തിലേക്ക് ഏറെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. വേദിയിൽ ഉപവിഷ്ടനായിരിക്കുന്ന സംസ്ഥാന തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ MP രാജേഷ് സാറിനെ ഈ യോഗത്തിലേക്ക് ഏറെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട രാജ്യസഭാ MP ശ്രീ ജോസ് കെ മാണി അവർകളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചങ്ങനാശ്ശേരി നഗരസഭയുടെ ചെയർപേഴ്സൺ ശ്രീമതി ബീന ജോബി അവർകളെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നവകേരള സദസ്സിൻ്റെ ഈ യോഗത്തെ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളെയും, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ,
പാർട്ടി പ്രതിനിധികൾ, വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ, മാധ്യമ സുഹൃത്തുക്കൾ എന്നിവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിലേറെ ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ഈ സദസ്സിനെ ജനപങ്കാളിത്തം കൊണ്ട് ഏറെ ധന്യമാക്കിയ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ യോഗത്തിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിനായി അഡ്വക്കേറ്റ് ശ്രീ ജോ മൈക്കിൾ സാറിനെ ക്ഷണിക്കുന്നു. നവകേരള സദസ് 2023 ചെയർമാനും ചങ്ങനാശ്ശേരിയുടെ പ്രിയങ്കരനായ MLA-യുമായ അഡ്വക്കേറ്റ് ശ്രീ ജോ മൈക്കിൾ സാറിനെ അധ്യക്ഷ പ്രസംഗത്തിനായി ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. നവകേരള സദസ്സിൻ്റെ ഈ ആരംഭ മീറ്റിംഗിൽ സന്നിഹിതരായിട്ടുള്ള ഏറ്റവും ബഹുമാനായ കേരളത്തിൻ്റെ ജലസേചന വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ, പ്രിയപ്പെട്ട മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ചിഞ്ചു റാണി, തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ പ്രിയപ്പെട്ട മന്ത്രി MP രാജേഷ്, കേരള കോൺഗ്രസ് എമ്മിൻ്റെ ചെയർമാനും MP-യുമായ ശ്രീ ജോസ് കെ മാണി, പ്രിയപ്പെട്ട ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ജോബി, ഇതിൻ്റെ ജനറൽ കൺവീനർ പ്രിയപ്പെട്ട ഡെപ്യൂട്ടി കളക്ടർ സോളി ആന്റണി, ഇതിൻ്റെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഏറ്റവും വിശിഷ്ട വ്യക്തികളെ, ചങ്ങനാശ്ശേരി നിയോജകമണ്ഡലത്തിൻ്റെ കുറിച്ചി, വാഴപ്പള്ളി, മാടപ്പള്ളി, തൃക്കൊടുത്താനം, പായിപ്പാട് പഞ്ചായത്തിൽ നിന്നും ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ നിന്നും എത്തിയിരിക്കുന്ന സാമൂഹ്യ സന്നദ്ധ രാഷ്ട്രീയ പ്രവർത്തകരെ, അതോടൊപ്പം ഈ നവകേരള സദസ്സ് സംഘടിപ്പിക്കുവാൻ വേണ്ടി ചങ്ങനാശ്ശേരിയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രവർത്തിച്ച ഈ സദസ്സിൻ്റെ വിവിധ കമ്മിറ്റി ചെയർമാൻമാർ, കൺവീനർമാർ, മറ്റ് ഉദ്യോഗസ്ഥർ, സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകർ, പ്രിയമുള്ള മീഡിയയുടെ ആളുകൾ ഉൾപ്പെടെയുള്ള പ്രിയമുള്ളവരെ, സ്നേഹിതരെ, ആദ്യമായി നവകേരള സദസ്സിന് ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങളെല്ലാം ചങ്ങനാശ്ശേരി പൗരാവലിക്ക് വേണ്ടി ഞാൻ ആർദ്രവമായി സ്വാഗതം ചെയ്യാം. നമുക്കറിയാം, കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ നവംബർ മാസം 18-ാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ച ജാഥ ഇന്ന് ഡിസംബർ മാസം 13-ാം തീയതി 4:30 ചങ്ങനാശ്ശേരിയിലേക്ക് എത്തുക. നമുക്കറിയാം, കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ പറ്റി ഒന്നും ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷേ കഴിഞ്ഞ 7 വർഷത്തിൽ കൂടുതലായി കേരളം ഭരിക്കുന്ന ഒരു സർക്കാർ, ജനങ്ങളെ ഒപ്പം ചേർത്ത് നിർത്തുന്ന സർക്കാർ, പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാർ, പാവങ്ങൾ ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയ സമ്പത്താണ്. അവരെ സംരക്ഷിക്കുവാൻ, അവരെ ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിന്റെ ഭാഗങ്ങളാണ് നമ്മളെല്ലാം എന്ന കാര്യത്തിൽ നമുക്ക് സന്തോഷമുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കുറെ നാളുകളായി നവകേരള സദസ്സ് ആരംഭിച്ചപ്പം തുടർന്ന് ഇവിടെ ഒത്തിരിയേറെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും 20 മന്ത്രിമാർക്കും പറയാനുള്ളത് കേരളത്തിന്റെ ജനങ്ങളുടെ സേവനമാണ്, ഈ നാടിന്റെ വികസനമാണ്. ഒരു ഭാഗത്ത് കേന്ദ്ര ഗവൺമെന്റ് നമ്മളെ ഞെരുക്കുമ്പോൾ ആ ഞെരുക്കത്തിനകപ്പെടാതെ തങ്ങളെ ഏൽപ്പിച്ച ജനങ്ങളെ പരമാവധി സംരക്ഷിച്ച് നിർത്തിക്കൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും നേടിക്കൊടുക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മുമ്പോട്ട് പോവുകയാണ്. നമുക്കറിയാം, നിപ്പ വന്നപ്പോൾ, കോവിഡ് വന്നപ്പോൾ, പ്രളയം വന്നപ്പോൾ എല്ലാം നമ്മൾ ചേർത്ത് പിടിച്ച ഗവൺമെന്റ്, ഇവിടെ ഭരിക്കുന്ന ഒരു സർക്കാരുണ്ട്, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് വന്ന ഒരു സർക്കാർ. ആ സർക്കാരിന്റെ ജനകീയ മുന്നേറ്റമാണ് ഇന്നിവിടെ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്ന ഈ മഹാസംഗമം. നമുക്കറിയാം, കേരളത്തിലെ ജനങ്ങൾ എല്ലാ രീതിയിലും ചിന്തിക്കുന്നവരാണ്. കേരളത്തിലെ ജനങ്ങൾ എല്ലാ കാര്യങ്ങളും വിശകലനം ചെയ്യുന്നവരാണ്. കേരളത്തിലെ ജനങ്ങൾക്കറിയാം എങ്ങനെയാണ് ഭരണം. ഏതെങ്കിലും പത്രത്തിലോ അല്ല ഏതെങ്കിലും മീഡിയയിലോ എന്തെങ്കിലും വന്നാൽ അതിന്റെ പുറകെ പോകുന്നവരല്ല കേരളത്തിലെ ജനങ്ങളെന്ന് പല പ്രാവശ്യം ഇവിടെ തെളിയിച്ചു കഴിഞ്ഞു. സൽബർഗ് മാൻസ് കോളേജിന്റെ ഈ അങ്കണത്തിൽ നമുക്കറിയാം, 100 വർഷത്തിലേറെ പഴക്കമുള്ള പ്രൗഢ ഗംഭീരമായ സൽബർഗ് മാൻസ് കോളേജിന്റെ ഗ്രൗണ്ടിൽ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും എത്തുമ്പോൾ ചങ്ങനാശ്ശേരി ഒരു പുതിയ ചരിത്ര സംഭവത്തിന് തുടക്കം കുറിക്കുകയാണ്. എന്താണ് ആ ചരിത്ര സംഭവം? കേരളത്തിൽ ഭരണത്തിൽ വന്നിട്ട് UDF-ഉം LDF-ഉം മാറി മാറി ഭരിച്ചു. പക്ഷേ ഒരിക്കൽ പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിനോടൊപ്പമുള്ള എല്ലാ മന്ത്രിമാരും ഇവിടെ ചങ്ങനാശ്ശേരിയിൽ എത്തിയിട്ടില്ല.
ഇന്നൊരു ചരിത്ര സംഭവമായി മാറിയിരിക്കുന്നു, ഒരു ചരിത്രം കുറിച്ചിരിക്കുന്നു. ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ചങ്ങനാശ്ശേരി വികസനം എന്നുള്ളതാണ് നമ്മുടെ സ്വപ്നം. മാറുന്ന ചങ്ങനാശ്ശേരി, ആ ചങ്ങനാശ്ശേരിയിലെ മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾക്ക് ഏറ്റവും അധികം സഹായം നൽകിക്കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ മന്ത്രിമാരും, ഇവിടെ വരുന്ന മന്ത്രിമാരോടും എല്ലാം എനിക്ക് പ്രത്യേകമായ നന്ദിയുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നന്ദിയുണ്ട്. ചങ്ങനാശ്ശേരി വികസനം നമുക്കറിയാം. കുടിവെള്ളം എല്ലാ പഞ്ചായത്തിലും എത്തിക്കുന്നു. നമ്മുടെ പട്ടണത്തിൽ കുടിവെള്ളം എത്തുന്നു. നമുക്ക് ആവശ്യമായിട്ടുള്ള റോഡുകൾ ഉണ്ടാകുന്നു. നമുക്കറിയാമല്ലോ, ചങ്ങനാശ്ശേരി ആലപ്പുഴ റോഡ് 670 കോടി രൂപ മുടക്കി ഇന്ന് ഏറ്റവും മനോഹരമായ ഒരു BMVC റോഡാക്കി മാറ്റിക്കൊണ്ട് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ആലപ്പുഴയിലെത്തുവാൻ അരമണിക്കൂറിന് പോലും ആവശ്യമില്ലാത്ത രീതിയിലേക്ക് മാറിയിരിക്കുന്നു. നിരവധി റോഡുകൾ നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ നമുക്കറിയാം പുതിയതായിട്ട് ടാർ ചെയ്തു, പുതിയ വികസനങ്ങൾ വന്നു, ഒത്തിരിയേറെ സ്കൂളുകൾക്ക് പുതിയ കെട്ടിടങ്ങളായി. ഇതൊന്നും ഞാൻ എണ്ണി പറയുന്നില്ല. ഇതെല്ലാം പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന മന്ത്രിമാരുടെ പ്രസംഗം നമ്മൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ചങ്ങനാശ്ശേരി വികസനം എന്ന് പറയുന്നത്, മാറുന്ന ചങ്ങനാശ്ശേരി എന്ന് പറയുന്നത്, പുതിയ ചങ്ങനാശ്ശേരി എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നമാണ്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ കൊണ്ട് നമ്മൾ നേടിയെടുക്കും. ഇനിയും മുമ്പോട്ട് പോകുമ്പോഴും ഈ മുന്നണിക്ക് തന്നെ ഈ നാട്ടിലെ ജനങ്ങൾ അംഗീകാരം കൊടുക്കുമെന്നുള്ള കാര്യം സംശയമില്ല. ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന, കേരളത്തോട് കാണിക്കുന്ന അവഗണന, കേരളത്തെ ഞെരുക്കുന്നത്, കേരളത്തിന് മുമ്പോട്ട് പോകാൻ അനുവദിക്കാത്തത്, അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ജനകീയ സദസ്സിലെത്തിയ പ്രിയപ്പെട്ട മന്ത്രിമാരെയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. നവകേരള സദസ്സിന്റെ ഈ യോഗത്തിന് ആശംസകളേറെ സംസാരിക്കുന്നതിനായി സംസ്ഥാനത്തിന്റെ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ഏറെ ബഹുമാനപ്പെട്ട ശ്രീമതി ചിഞ്ചുറാണി അവർകളെ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. പ്രിയങ്കരനായ അധ്യക്ഷൻ, ചങ്ങനാശ്ശേരി MLA കൂടിയായ ശ്രീ ജോബ് മൈക്കിൾ അവർകൾ, ഞങ്ങളുടെ സഹപ്രവർത്തകരും കേരളത്തിൻ്റെ മന്ത്രിസഭയുടെ പ്രിയപ്പെട്ട അംഗങ്ങളായ സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ, പ്രിയങ്കരനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MB രാജേഷ് അവർകൾ, ബഹുമാന്യനായ രാജ്യസഭ MP, അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വേദിയിലുള്ള പ്രിയപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ, ബഹുമാന്യരായ നിരവധിയായിട്ടുള്ള വ്യക്തികൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മാധ്യമ പ്രവർത്തകരെ, ഇന്ന് കേരളത്തിൽ നവകേരള സദസ്സ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും കേരളത്തിൻ്റെ മന്ത്രിസഭ ഒന്നാകെ ചേർന്ന് നിന്നുകൊണ്ട് 36 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന നവകേരള സദസ്സിന് തുടക്കം ഇട്ടുകഴിഞ്ഞു. നമുക്കറിയാം, ഇന്ന് ഏകദേശം കഴിഞ്ഞ നവംബർ 18 തുടങ്ങിയതാണ്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിന്ന് തുടക്കമിട്ടുകൊണ്ട് ഇന്ന് നമ്മുടെ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിൽ ഞങ്ങൾ എത്തി കഴിഞ്ഞു. 140 നിയോജക മണ്ഡലങ്ങളെന്ന് പറയുമ്പോൾ നമുക്കറിയാം, അവിടെയൊക്കെ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇത്രയധികം മന്ത്രിമാർ, നമുക്കറിയാം, അവരെ കാണാൻ തന്നെ നിരവധിയായിട്ടുള്ള ആയിരക്കണക്കിന് ആൾക്കാർ വഴിയോരങ്ങളിൽ കാത്തു നിൽക്കുന്നൊരവസ്ഥ. ഓരോ നവകേരള സദസ്സുകളെടുത്ത് പരിശോധിക്കുമ്പോൾ അതിനകത്തൊക്കെ 10,000-കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന ഒന്നായിട്ട് ഞങ്ങൾ അത് കാണുന്നു. മുമ്പൊരിക്കലും നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ, അതുപോലെ ഇന്ത്യയുടെ ചരിത്രത്തിൽ പോലും നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സദസ്സ് നമ്മൾ എങ്ങും കണ്ടിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് അതല്ലെങ്കിൽ മന്ത്രിസഭ ഇത് പ്ലാൻ ചെയ്യുമ്പോൾ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്തരത്തിലുള്ള ജനാവലി, വലിയ ജനാവലിയെ ഞങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുമെന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇത് ഇവിടെ മാത്രമല്ല, നവകേരള സദസ്സിലൂടെ കേരളത്തിലെ ജനങ്ങളെ, ഏറ്റവും അടിത്തട്ടിലുള്ള നമ്മുടെ സമൂഹത്തിൻ്റെ, അവരെല്ലാം നേരിട്ട് കാണുവാൻ, അവർക്ക് വേണ്ടുന്ന പരാതികൾ എന്താണ് എന്ന് ചോദിച്ചറിയുവാൻ, ആ പരാതികൾ ഉൾപ്പെടെ സ്വീകരിച്ചുകൊണ്ട് അതിനുൾപ്പെടെ മറുപടി ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് പല പരാതികളും നമുക്ക് തീർപ്പ് കൽപ്പിച്ച് പോകുവാൻ കഴിയത്തക്ക നിലയിലാണ് നവകേരള സദസ്സ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഇതാദ്യമായിട്ടല്ല. ഞങ്ങൾ ഇതിനു മുമ്പ് കേരളത്തിൽ നമുക്കറിയാം ഒരുപാട് പരാതികൾ നമ്മുടെ മുഖ്യമന്ത്രിക്ക്, നമ്മുടെ മന്ത്രിമാർക്കും ഒക്കെ കിട്ടുന്നുണ്ട്.
ആ കിട്ടുന്ന പരാതികളാണ് ആദ്യം ഞങ്ങൾ തീർപ്പ് കൽപ്പിക്കാൻ പോയത്. ഓരോ വകുപ്പുകളിലും എത്ര ഫയലുകൾ അങ്ങനെ പരാതികളായിട്ട് ഇരുത്തിട്ടു. ആ ഫയലുകൾ മുഴുവൻ തീർപ്പ് കൽപ്പിക്കുവാൻ ഉള്ള ഒരു പ്രധാന ചുമതലയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആദ്യം ഞങ്ങളുടെ അടുത്ത് തന്നത്. ഞങ്ങളതെല്ലാം നോക്കി തീർപ്പ് കൽപ്പിക്കുവാൻ പറ്റാവുന്ന മുഴുവൻ തീർപ്പ് കൽപ്പിച്ചു. രണ്ടാമത് ഞങ്ങൾ സംസ്ഥാനത്ത് എല്ലാ താലൂക്കുകളിലും അദാലത്തുകൾ സംഘടിപ്പിച്ചു. അത് മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള അദാലത്തുകളാണ്. അതിലും 10,000-കണക്കിന് അപേക്ഷകൾ കിട്ടി. അതിനും പരിഹാരം ആ അദാലത്തിൽ വെച്ച് തന്നെ ചില പരിഹാരങ്ങൾ ഉണ്ടാക്കുവാൻ സാധിച്ചു. കാരണം 2 ആഴ്ച മുമ്പേ പരാതികൾ സ്വീകരിച്ചു തുടങ്ങിയതുകൊണ്ട് അത് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ളവർ ബന്ധപ്പെട്ടുകൊണ്ട് പരിഹരിക്കുവാൻ പറ്റാവുന്നത് പെട്ടെന്ന് പരിഹരിച്ചു. അവിടം കൊണ്ട് തീരാത്തത് ഞങ്ങൾ ജില്ലാതലത്തിൽ, വീണ്ടും സംസ്ഥാന തലത്തിൽ, അവസാനം സംസ്ഥാന തലത്തിലും തീരാത്തത് വീണ്ടും മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ നേതൃത്വത്തിൽ മന്ത്രിസഭ ഒന്നാകെ മന്ത്രിമാർ ഇരുന്നു കൊണ്ട് അത് തീർപ്പ് കൽപ്പിച്ചു. വീണ്ടും ഞങ്ങൾ കേരളത്തിൽ കേരളീയം എന്ന പേരിൽ ഒരു ബൃഹത്തായ പരിപാടി ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന കഴിഞ്ഞ നവംബർ 1 മുതൽ 7 വരെ കേരളത്തിൽ സംഘടിപ്പിക്കപ്പെട്ടു. ആ കേരളീയത്തിൽ നമുക്കറിയാം, കേരളത്തിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ കേരളത്തിൽ മാത്രം പറഞ്ഞാൽ പോരാ, അത് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരണം. അതിന് തക്ക രീതിയിൽ വിവിധ വകുപ്പുകളെ യോജിപ്പിച്ചുകൊണ്ട് ഏകദേശം 21ഓളം അന്താരാഷ്ട്ര സെമിനാറുകൾ വിവിധ വിഷയങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് കേരളത്തിൽ സംഘടിപ്പിക്കപ്പെട്ടു. നിരവധിയായിട്ടുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രത്യേക പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ അതിൽ ക്ലാസ് എടുക്കുവാൻ വന്നു. അവരറിഞ്ഞു കേരളത്തിൽ നടപ്പിലാക്കുന്ന വികസനം എന്താണ്, ഇനി എന്ത് നടപ്പിലാക്കുവാൻ സാധിക്കും, എങ്ങനെ നടപ്പിലാക്കുവാൻ സാധിക്കും. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടാണ് കേരളത്തിൽ ഇത്തരത്തിൽ വീണ്ടും ഒരു നവ കേരള സദസ്സ് സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. നമുക്കറിയാം, ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ഗവൺമെൻറ് CM തീരുമാനിച്ചത് ആദ്യം കേരളത്തിൽ ദാരിദ്ര്യമില്ലാത്ത ഒരു സംസ്ഥാനമായി നമ്മുടെ കൊച്ചി കേരളത്തെ മാറ്റിയെടുക്കണം. ഇന്ത്യയിലെ നീതി ആയോഗ് അതിൻ്റെ കണക്കനുസരിച്ച് ഞങ്ങളെടുത്ത് പരിശോധിച്ചപ്പോൾ ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ രേഖ ഉള്ള ഒരു സംസ്ഥാനം നമ്മുടെ കൊച്ചി കേരളമാണ്. വെറും 0.71% മാത്രമാണ് നമ്മുടെ ദാരിദ്ര്യരേഖ. ഇന്ന് അതിൽ നിന്ന് താത്ത് നമ്മൾ വെറും 0.5%-ലേക്കൊക്കെ നമുക്ക് എത്തിച്ചേരുവാൻ കഴിഞ്ഞു. ഇന്ന് ആ ദാരിദ്ര്യ രേഖയിൽപ്പെട്ട ആൾക്കാർക്കും അവർക്ക് വേണ്ടി സമൂഹത്തിൽ അവരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടുന്ന സാമൂഹിക ക്ഷേമ പദ്ധതികൾ ഞങ്ങൾ ആവിഷ്കരിച്ചു. അവരെയും ഉയർത്തിക്കൊണ്ടുവരുന്നു. എന്നാൽ ഇന്ന് ആ ദാരിദ്ര്യ രേഖയിൽ നിന്ന് തന്നെ അതിദരിദ്രരുടെ ഒരു ലിസ്റ്റ് കേരളത്തിൽ ഇപ്പോൾ പ്രസിദ്ധപ്പെടുത്തി. ഏകദേശം 64,006 പേരാണ് അതിദരിദ്ര രേഖയിൽ കേരളത്തിൽ ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞു. അവർക്കും വേണ്ടുന്ന സൂക്ഷ്മ സംരംഭങ്ങൾ കേരളത്തിൽ ഞങ്ങൾ കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇന്ന് അതിലും കുറേയധികം ആൾക്കാർ, എനിക്ക് തോന്നുന്നു 30%-ലധികം ആൾക്കാരെ ഇപ്പോൾ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിച്ച് കൊണ്ടുവരുവാൻ കേരളത്തിന് കഴിയും. 2025 നമ്മളെടുത്ത് പരിശോധിച്ചാൽ ആ 2025 ദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുവാനുള്ള പ്രവർത്തനവുമായിട്ടാണ് കേരളത്തിലെ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കുകയാണ്. ആ തരത്തിലേക്ക് നമ്മുടെ കഴിഞ്ഞ 2016 കേരളത്തിൽ അധികാരത്തിൽ വന്നൊരു ഗവൺമെൻറ് ഉണ്ടായിരുന്നു. അതിനു മുമ്പും ഒരു ഗവൺമെൻറ് ഉണ്ടായിരുന്നു, UDFൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടാൽ 18 മാസക്കാലം സാമൂഹ്യ ക്ഷേമ പെൻഷൻ മുടക്കിയിട്ട ഒരു ഗവൺമെൻറ്. കേരളത്തിൻ്റെ ഖജനാവ് ഉൾപ്പെടെ കാലിയാക്കി മുന്നോട്ട് പോയ, ട്രഷറികൾ അടച്ചുപൂട്ടിയ ഒരു ഗവൺമെൻറ്. PSC നിയമനങ്ങൾ മുഴുവൻ നിർത്തലാക്കി മുന്നോട്ട് പോയ ഒരു ഗവൺമെൻറ്. ഒരു ഘട്ടത്തിൽ നമുക്കറിയാം, നമ്മുടെ വ്യവസായ സംരംഭങ്ങൾ ലാഭം കൊയ്യുന്നത് ഉൾപ്പെടെ അടച്ചുപൂട്ടേണ്ടുന്ന അവസ്ഥ ഉൾപ്പെടെ വന്ന ഒരു ഗവൺമെൻറ്. തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ എണ്ണം വർദ്ധിച്ചു വന്ന ഒരു ഗവൺമെൻറ്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് പുതിയ ഗവൺമെൻറ് 2016 അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങൾ ഈ വിഷയങ്ങൾ ഓരോന്ന് ഞങ്ങൾ എടുത്ത് മുന്നോട്ട് പോയി. അങ്ങനെയാണ് ഇന്ന് ചെറുപ്പക്കാർക്ക്, നമുക്കറിയാം രാജ്യത്ത് ഒട്ടേറെ ആൾക്കാർ തൊഴിലില്ലാതെ കിടന്നലയുന്ന ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മുടെ രാജ്യത്തുണ്ട്. എന്താണ് BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ അവരൊന്ന് പറഞ്ഞു, ഞങ്ങൾ ഓരോ വർഷവും 2 കോടി ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കും. 5 വർഷം കൊണ്ട് അങ്ങനെ 10 കോടി ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കും. നമ്മുടെ സംസ്ഥാനത്ത് നമുക്കറിയാം ആ തൊഴിൽ എത്ര പേർക്ക് കിട്ടി നമ്മൾ പരിശോധിക്കണം. എന്നാൽ ഇന്ന് കേരള സംസ്ഥാനത്ത് നമുക്കറിയാം PSC നിയമനങ്ങൾ മുടങ്ങിക്കിടക്കുന്നത് മുഴുവൻ നടപ്പിലാക്കിക്കൊണ്ട് ആ PSC നിയമനങ്ങൾ ഉൾപ്പെടെ നമുക്ക് ഒഴിഞ്ഞു കിടക്കുന്നത് മുഴുവൻ നികത്തിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോയ കേരളത്തിലെ ഗവൺമെൻറ്
പുതിയ നിയമനങ്ങൾ ഉൾപ്പെടെ നടത്തിയെടുക്കുവാൻ നമുക്ക് കഴിയും. ഇന്ന് ഇന്ത്യ എടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യയിലെ 26 സംസ്ഥാനങ്ങളിൽ ഒരു പരിശോധന നടത്തിയപ്പോൾ 19,000 സംതിങ് ആൾക്കാരാണ് ഇന്ത്യയിൽ ഇതിനകം PSC നിയമനങ്ങൾ കിട്ടിയത്. കേരളത്തിൻ്റെ ഒരു കണക്ക് കഴിഞ്ഞ 6 മാസക്കാലത്ത് നമ്മളെടുത്ത് പരിശോധിച്ചപ്പോൾ ഏകദേശം 15,000-ന് മുകളിൽ ആൾക്കാർക്ക് നമുക്ക് തൊഴിൽ കൊടുക്കുവാൻ അല്ലെങ്കിൽ PSC നിയമനങ്ങൾ കൊടുക്കുവാൻ നമുക്ക് കഴിഞ്ഞു. അപ്പോൾ ആ PSC നിയമനം ഇനത്തിലും ഏറ്റവും മുൻപന്തിയിൽ വന്നിരിക്കുന്ന ഒരു സംസ്ഥാനം നമ്മുടെ കേരളമാണ് എന്ന് സൂചിപ്പിക്കുവാനാണ് ഞാനിത് പറഞ്ഞത്. നമ്മുടെ ഇവിടെ സ്വാഗത പ്രാസംഗിക പറഞ്ഞതുപോലെ എല്ലാവർക്കും വീടെന്ന സ്വപ്നം, എല്ലാവർക്കും ഭൂമി എന്ന സ്വപ്നം, എല്ലാവർക്കും പട്ടയം എന്ന സ്വപ്നം, അത് സാക്ഷാത്കരിക്കുവാനാണ് 2016 മുതൽ ഇങ്ങോട്ടുള്ള ഗവൺമെൻറ് 7-7.5 വർഷക്കാലം അവരുടെ പ്രവർത്തനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഇന്ന് 4 ലക്ഷത്തിലധികം വീടുകൾ കേരളത്തിൽ കൊടുത്തൊരു ഗവൺമെൻറ്റായിട്ട് കേരളത്തിലെ ഈ ഗവൺമെൻറ്റിന് മാറുവാൻ കഴിയും. വെയിലും മഴയും ഏൽക്കാതെ കയറി കിടക്കുക എന്നുള്ള അവരുടെ ആഗ്രഹം അത് പൂർത്തീകരിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് ആദ്യം മുന്നോട്ട് പോയത്. ഭൂമിയില്ലാത്തവർക്ക് ഭൂമി കൊടുക്കുവാനുള്ള സംവിധാനം, പട്ടയങ്ങൾ നമുക്കറിയാം. നിരവധി ആൾക്കാർക്ക് വർഷങ്ങളായി പട്ടയം കിട്ടാതെ കിടക്കുന്ന ഒട്ടേറെ ആൾക്കാർ, അത് 80 വയസ്സും 90 വയസ്സും പ്രായം ചെന്ന ധാരാളം ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്നു. അവരെല്ലാം കണ്ണുനീരോടുകൂടി 2 കൈയും നീട്ടി മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് ഈ പട്ടയം മേടിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണുവാൻ കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം 3 ലക്ഷത്തിലധികം പട്ടയങ്ങൾ കേരളത്തിൽ ഇതിനകം കൊടുക്കുവാൻ നമുക്ക് സാധിച്ചു. ഇനിയും കിട്ടാത്തവർക്ക് പട്ടയം കൊടുക്കുവാനുള്ള സൗകര്യത്തിലേക്ക്, സംവിധാനത്തിലേക്ക് കേരളത്തിലെ ഗവൺമെൻറ് മുന്നോട്ട് വരുന്ന ഒരവസ്ഥ നമുക്ക് കാണും. കാർഷിക മേഖലകളിൽ നമുക്കറിയാം നല്ല വികസനം നടപ്പിലാക്കുവാൻ, നെൽകൃഷി വ്യാപകമായ നിലയിൽ കേരളത്തിൽ കൊണ്ടുവരുവാൻ, പച്ചക്കറി കൃഷി വ്യാപകമായ നിലയിൽ കേരളത്തിൽ കൊണ്ടുവരുവാൻ, കർഷക കടാശ്വാസ കമ്മീഷൻ രാജ്യത്ത് ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം എന്ന ബഹുമതി കിട്ടുവാൻ, ഇപ്പം നമുക്കറിയാം ഈ കാർഷിക മേഖലകളിൽ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനികൾ രൂപീകരിക്കപ്പെട്ടുകൊണ്ട് ഫാർമേഴ്സിനെ അല്ലെങ്കിൽ കർഷകരെ ഒരുമിപ്പിച്ച് ചേർത്ത് അവർക്ക് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അവരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കുവാനും അവർക്ക് കിട്ടുവാനുള്ള ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ പൊതു കമ്പോളത്തിൽ കിട്ടുന്ന വില അവർക്ക് മേടിച്ചു കൊടുക്കുവാനും ഒക്കെ മുന്നിട്ട് നിൽക്കുന്ന കാർഷിക മേഖലയെ നമുക്കിന്ന് കാണുവാൻ കഴിഞ്ഞു. നമുക്കതൊന്നും മറക്കാൻ പറ്റില്ല. അതേ നിലയിൽ തന്നെയാണ് നമുക്കറിയാം വിലക്കയറ്റം രാജ്യത്തെമ്പാടും ഉണ്ടാകുമ്പോൾ ആ വിലക്കയറ്റം പിടിച്ചു നിർത്തുവാനുള്ള ഒരു ഗവൺമെൻറ് കേരളത്തിലുണ്ടായിരുന്നു. ആ കേരളത്തിലെ ഗവൺമെൻറ്റാണ് പൊതു കമ്പോളങ്ങളിൽ ഇടപെടുവാനുള്ള സൗകര്യത്തിലേക്ക്, സംവിധാനത്തിലേക്ക് വന്നത്. ആ നിലയിലേക്ക് നമുക്കറിയാം ഇന്ന് റേഷൻ കടകൾ വഴി കൃത്യതയോടുകൂടി അവർക്ക് റേഷൻ കൊടുക്കുവാൻ, റേഷൻ കടയുടെ ഉടമയായിട്ട് നമ്മുടെ സ്ത്രീകളെ മാറ്റിയെടുക്കുവാൻ, ഒരു കയ്യൊപ്പ് അവിടെ കൊണ്ടുവന്ന് ചാർത്താതെ നമുക്ക് റേഷൻ കിട്ടാത്തൊരവസ്ഥ, അതുൾപ്പെടെയുള്ളത് വളരെ ഗംഭീരമായി വളരെ നല്ലതുപോലെ നടപ്പിലാക്കി മുന്നോട്ട് പോകുന്ന കേരളത്തിലെ ഗവൺമെൻറ്. നമ്മുടെ സിവിൽ സപ്ലൈസും മാവേലി സ്റ്റോറുകളും എടുത്താൽ വളരെ വ്യക്തതയോടുകൂടി മുന്നോട്ട് പോകുവാൻ, പാവപ്പെട്ടവൻ ഇന്നും സബ്സിഡിയോടുകൂടി അവർക്ക് വേണ്ടുന്ന സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെ കൊടുക്കുവാൻ മുന്നോട്ട് വന്ന കേരളത്തിലെ ഗവൺമെൻറ്റിനെ നമുക്ക് കാണുന്നു. ഇന്ന് വിദ്യാഭ്യാസ മേഖലകൾ എടുത്ത് പരിശോധിച്ചാൽ ഓലമേഞ്ഞതും ഓടിട്ടതുമായിട്ടുള്ള നിരവധിയായിട്ടുള്ള വിദ്യാലയങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. പലതും അടച്ചുപൂട്ടുന്ന അവസ്ഥയിലേക്ക് കേരളത്തിലെ ഈ ഇത്തരത്തിലുള്ള ഗവൺമെൻറ് വിദ്യാലയങ്ങൾ മുന്നോട്ട് പോയത് നാം ഒരു കാലഘട്ടത്തിൽ കണ്ടതാണ്. ഇപ്പം നമുക്കറിയാം 2016 മുതൽ ഇങ്ങോട്ടെടുത്ത് പരിശോധിച്ചാൽ കിഫ്ബി ഫണ്ട്, അതുപോലെ തന്നെ മറ്റിതര ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഹൈടെക് മാതൃകയിലുള്ള കെട്ടിടങ്ങൾ ഉൾപ്പെടെ സ്ഥാപിതമാക്കി നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളൊക്കെ തന്നെ 5 കോടിയും 6 കോടിയും 4 കോടിയും ഒക്കെ കൊടുത്തുകൊണ്ട് ആ സ്കൂളുകളെ ഒക്കെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന് ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇരുന്ന് പഠിക്കുവാനുള്ള ആധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടെ ഏർപ്പെടുത്തി മുന്നോട്ട് പോകുന്ന കേരളത്തിലെ ഗവൺമെൻറ്റിനെ കാണുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉച്ചഭക്ഷണം ഉൾപ്പെടെ കൊടുക്കുകയാണ്, സൗജന്യമായി അവർക്ക് ഉച്ചഭക്ഷണം കൊടുക്കുവാൻ. 8ാം ക്ലാസ് വരെ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് സൗജന്യ പാഠപുസ്തകങ്ങൾ കൊടുക്കുവാൻ ഒക്കെ മുന്നോട്ട് വന്ന നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ് അവർക്ക് സൗജന്യ യൂണിഫോമുകൾ ഉൾപ്പെടെ കൊടുക്കുന്നു. ഇപ്പം നമ്മുടെ കേരളത്തിലെ അത്തരത്തിലുള്ള ഗവൺമെൻറ് സ്കൂളുകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏകദേശം 10.5 ലക്ഷത്തോളം പുതിയ കുട്ടികൾ നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളിലേക്ക് വന്നതായിട്ടുള്ള കണക്കുകൾ കാണുവാൻ കഴിഞ്ഞു. LP സ്കൂളും UP സ്കൂളുകളും ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ അത് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് അത്തരത്തിലുള്ള സ്കൂളുകളെ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള പ്രവർത്തനങ്ങൾ അതൊക്കെ ചെയ്ത കേരളത്തിലെ ഗവൺമെൻറ്. ആരോഗ്യ മേഖലകളിൽ നമുക്കറിയാം ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് നമ്മുടെ എല്ലാം ആശുപത്രികൾ അതല്ലെങ്കിൽ CHCകൾ നമ്മുടെ
താലൂക്ക് ആശുപത്രികളും ജില്ലാ ആശുപത്രികളും അതുപോലെ മെഡിക്കൽ കോളേജും എടുത്ത് പരിശോധിച്ചാൽ ആയിരക്കണക്കിന് രോഗികൾ അവിടേക്ക് ആശ്രയിച്ച് വരുന്ന ഒരവസ്ഥ. അവർക്ക് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ് കൊടുക്കുവാൻ പറ്റാവുന്ന സൗകര്യത്തിലേക്ക് ആരോഗ്യ മേഖലയെ മാറ്റിയെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. കോവിഡിൻ്റെ കാലഘട്ടം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. വളരെയധികം ഗവൺമെൻറ് എല്ലാ ജനവിഭാഗങ്ങളെയും കൈയോടി ചേർത്ത് പിടിക്കുവാൻ കേരളത്തിലെ ഗവൺമെൻറ്റിന് ആ കാലഘട്ടത്തിൽ കഴിഞ്ഞു. കേരളത്തിൽ നമുക്കറിയാം കോവിഡ് ബാധിച്ചവരുടെ എണ്ണം വർദ്ധിച്ചു വരുമ്പോഴും അവരുടെ മരണസംഖ്യ കുറച്ചു കൊണ്ടുവരുവാൻ, അവർക്ക് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ് കൊടുക്കുവാൻ, അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുവാൻ മുന്നോട്ട് വന്ന കേരളത്തിലെ ഗവൺമെൻറ്റിനെ നമുക്ക് കാണുവാൻ കഴിയും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉൾപ്പെടെയുള്ളവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുവാനുള്ള സംവിധാനം ഇതെല്ലാം കൊണ്ടുവന്ന കേരളത്തിലെ ഗവൺമെൻറ്. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ കണക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ കോടിക്കണക്കിന് രൂപ അവിടെ വിനിയോഗിച്ചതായിട്ട് കാണും. ഇപ്പം കരൾ ശസ്ത്രക്രിയ ഉൾപ്പെടെ നടത്തുവാൻ പറ്റാവുന്ന തരത്തിലേക്ക് നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ ഈ മെഡിക്കൽ കോളേജിനെ മാറ്റിയെടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനപുരസ്സരം നമുക്ക് കാണുവാൻ കഴിയും. ആ നിലയിലേക്ക് ഉയർന്ന നിലവാരത്തിലേക്ക് നമ്മുടെ ഇത്തരത്തിലുള്ള ആശുപത്രികളെ കൊണ്ടെത്തിക്കുവാൻ കേരളത്തിലെ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണ രംഗത്ത് വലിയ മുന്നേറ്റമാണ് കേരളത്തിൽ. ഇന്ന് അവിടെ മാത്രമല്ല, അങ്ങനെ എടുക്കുമ്പോൾ കേരളത്തിലെ കുടുംബശ്രീ പ്രസ്ഥാനം സമൂഹത്തിൻ്റെ അടിത്തട്ടിലുള്ള വീട്ടമ്മമാരായിട്ടുള്ള സ്ത്രീകളെ സാമൂഹിക സാമ്പത്തിക രംഗങ്ങളിലേക്ക് അവരെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരുവാൻ നമുക്ക് കഴിഞ്ഞു. അതിലൂടെ ഒട്ടേറെ പേർക്ക് സംരംഭങ്ങൾ തുടങ്ങുവാൻ, ചെറിയ ചെറിയ സംരംഭങ്ങളിലൂടെ അവരൊക്കെ ഇന്ന് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തി വരുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഇന്ത്യയുടെ രാഷ്ട്രപതി കേരളത്തിൽ വന്നു. നമുക്കറിയാം, അവർ പറഞ്ഞു, കുടുംബശ്രീയുടെ ഒരു വലിയ യോഗത്തിൽ അവർ പങ്കെടുത്തിട്ട് പറഞ്ഞത്, കേരളത്തിൽ സ്ത്രീ ശാക്തീകരണ രംഗത്ത് ഇന്ത്യയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് ഉയർത്തി പറഞ്ഞ ഇന്ത്യയുടെ രാഷ്ട്രപതിയെ നമുക്ക് കാണുവാൻ കഴിഞ്ഞു. സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമായി നമ്മുടെ കൊച്ചു കേരളം മാറി. എല്ലാവർക്കും പെൻഷൻ, 60 വയസ്സ് കഴിഞ്ഞാൽ ഏത് പെൻഷൻ വേണം, വിധവാ പെൻഷൻ വേണോ, വികലാംഗ പെൻഷൻ വേണോ, ആ തരത്തിൽ 50 വയസ്സ് കഴിഞ്ഞ് വിവാഹം കഴിക്കാത്ത സ്ത്രീകൾക്കും പെൻഷൻ കൊടുക്കുന്ന സംസ്ഥാനമായി നമ്മുടെ കൊച്ചു കേരളം മാറി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരു മാസം ആ പെൻഷൻ്റെ തുകയെടുത്ത് പരിശോധിച്ചാൽ അത് 750 കോടി രൂപ അതിനുവേണ്ടി കേരളം മാറ്റിവെക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ നിലയിലേക്ക് നമുക്ക് ഓരോ മേഖലകളും നമ്മൾ എടുത്തു നോക്കിയാൽ പശ്ചാത്തല മേഖലകളിൽ വലിയ വികസനം കേരളത്തിൽ നടപ്പിലാക്കി. വലിയ പാലങ്ങൾ, വലിയ ബ്രിഡ്ജുകൾ നിങ്ങൾ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് കാണുവാൻ കഴിയും. 4 വരിപ്പാത, 6 വരിപ്പാത സ്ഥലമെടുപ്പ് ഉൾപ്പെടെ പൂർത്തീകരിച്ചുകൊണ്ട് അതിൻ്റെ പണിയും നമുക്ക് തുടങ്ങുവാൻ കഴിഞ്ഞു. തീരദേശ ഹൈവേ, നാഷണൽ ഹൈവേ ഉൾപ്പെടെയുള്ള ഹൈവേകൾ എടുത്ത് പരിശോധിച്ചാൽ അവിടെയും വലിയ വികസനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കും. ഇന്ന് നമ്മുടെ എറണാകുളം ജില്ല വ്യവസായങ്ങളുടെ വലിയ ഒരു ജില്ല എന്ന് നമ്മളെപ്പോഴും പറയും. വ്യവസായം ഏറ്റവും കൂടുതൽ നമ്മുടെ സംസ്ഥാനത്തുള്ളത് ഏത് ജില്ലയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അത് എറണാകുളത്താണ്. ഇപ്പോഴും എറണാകുളം ഒട്ടും മോശമല്ലാത്ത നിലയിൽ പോകുന്നു. ഇന്ന് കേരളത്തിൽ നമുക്കറിയാം, തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ എണ്ണം രാജ്യത്ത് വർദ്ധിച്ചു വരുമ്പോഴും കേരളത്തിലെ ചെറുപ്പക്കാരെ സഹായിക്കുവാൻ വേണ്ടി സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ഒരു സംരംഭക വർഷം പോലെ 2022-23 കാലഘട്ടം ഞങ്ങൾ എടുത്തു. ആ ഒരു വർഷക്കാലം കൊണ്ട് 1 ലക്ഷം സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിക്കുമെന്ന് ഈ ഗവൺമെൻറ് തീരുമാനിച്ചു. അത് 9 മാസം കൊണ്ട് 1 ലക്ഷം സംരംഭങ്ങൾ കേരളത്തിൽ പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞൊരു ഗവൺമെൻറ്റാണ് നമ്മുടെ ഈ സർക്കാർ എന്ന അഭിമാനപുരസ്സരം നമുക്ക് പറയുവാൻ പറ്റും. എന്നാൽ നമുക്കറിയാം, ഒരു വർഷം എടുത്തപ്പോൾ 1,40,000 സംരംഭങ്ങൾ. അത് ഓരോ ജില്ലകളിലും നമ്മൾ അത്തരത്തിലുള്ള സംരംഭകരുടെ പഠിച്ചു നിൽക്കുന്ന നമ്മുടെ ഇത്തരത്തിലുള്ള പെൺകുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടികൾ അല്ലെങ്കിൽ ഇവരെ എല്ലാം വിളിച്ച് നമ്മൾ ചേർത്തു. ഓരോ ജില്ലകളിലും ആയിരക്കണക്കിന് ആൾക്കാർ അങ്ങനെ തിങ്ങി നിറഞ്ഞു വന്നത് ഞങ്ങൾ കണ്ടു. അവിടെ ത്രിതല പഞ്ചായത്തുകളെ യോജിപ്പിച്ചുകൊണ്ട് അവർക്ക് 4% പലിശയ്ക്ക് 10 ലക്ഷം രൂപ വരെ കൊടുക്കുവാനുള്ള സംവിധാനം ഒരുക്കിയപ്പോൾ തീർച്ചയായിട്ടും നല്ല പ്രോജക്റ്റുകൾക്ക് അവർക്ക് ഉണ്ടാക്കി കൊണ്ടുവരുവാൻ, അത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്യുവാൻ, അവർക്ക് വേണ്ടുന്ന സർട്ടിഫിക്കറ്റുകൾ പഞ്ചായത്തുകളിൽ നിന്ന് ഇഷ്യൂ ചെയ്യുവാൻ വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ആ സംരംഭക വർഷം വളരെ വിപുലമായ നിലയിൽ നമുക്ക് കൊണ്ടുവന്നു. IT രംഗം ശാക്തീകരിക്കപ്പെട്ടുകൊണ്ട് എല്ലാ ജില്ലകളിലും ഇൻഫർമേഷൻ ടെക്നോളജി വ്യാപകമായ നിലയിൽ കൊണ്ടുവന്നു. അതിലൂടെ ചെറുപ്പക്കാർക്ക് തൊഴിലുൾപ്പെടെ കൊടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒട്ടേറെ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. 2 പേർ, ഇനിയും 2 മിനിസ്റ്റേഴ്സ് ഈ വേദിയിൽ സംസാരിക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രി ഏതാനും നിമിഷത്തിനകം ഇവിടെ എത്തും എന്നുള്ളത് കൊണ്ട് ഞാൻ മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. എന്നോടൊപ്പം വന്ന മന്ത്രിമാർ അവർ സംസാരിക്കും. തീർച്ചയായിട്ടും ഈ നവകേരള സദസ്സിൽ
പങ്കെടുക്കുവാൻ വേണ്ടി എത്തിച്ചേർന്ന മുഴുവൻ ആൾക്കാർക്കും എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നവകേരള സദസ് 2023 ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി സംസ്ഥാനത്തിന്റെ ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. സമ്മേളന അധ്യക്ഷനും നവകേരള സദസ്സിന്റെ ചങ്ങനാശ്ശേരി ചെയർമാൻ കൂടിയായ ജോ മൈക്കിൾ MLA, ബഹുമാനായ മന്ത്രിമാർ ശ്രീ MP രാജേഷ്, ശ്രീമതി ചിഞ്ചു റാണി, പാർട്ടിയുടെ ചെയർമാനും MP ശ്രീ ജോസ് കെ മാണി, ബഹുമാനിതരായിട്ടുള്ള മുനിസിപ്പൽ ചെയർപേഴ്സൺ, പ്രിയപ്പെട്ടവരെ, സ്നേഹിതരെ, ഏതാനും നിമിഷങ്ങൾക്കകം മുഖ്യമന്ത്രി ഇവിടെ എത്തിച്ചേരും. ചങ്ങനാശ്ശേരി ഒരു പുതിയ അനുഭവത്തിന് സാക്ഷ്യം വഹിക്കുക. നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ ഒരു പുതുമ നിറഞ്ഞ അനുഭവമാണ്. ഒരു ഗവൺമെൻറ് ചങ്ങനാശ്ശേരിയിലേക്ക് എത്തിച്ചേരുന്നു. മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും സ്വീകരിക്കുവാൻ ചങ്ങനാശ്ശേരി അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത്. ഈ ഹാളിൽ കാണുന്നതിനേക്കാൾ ആൾക്കാർ ചങ്ങനാശ്ശേരി ടൗണിലും സമീപ പ്രദേശങ്ങളിലുമെല്ലാം ഈ വരവിനെ വരവേൽക്കാനായി നിൽക്കുന്നത് കണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കയറിയത്. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്ത് ആരംഭിച്ചത് മുതൽ ഇന്ന് ചങ്ങനാശ്ശേരി എത്തി നിൽക്കുമ്പോൾ എല്ലാ മേഖലയിലും എല്ലാ സ്ഥലത്തും 10,000-കണക്കിന് ആൾക്കാർ ആവേശത്തോടെ വരുന്നു എന്നുള്ളത് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളൊരു അംഗീകാരമായി അഭിമാനത്തോടു കൂടി നോക്കിക്കാണുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. എന്തിനു വേണ്ടിയാണ് നവകേരള സദസ് എന്ന ചോദ്യം അതിനിടയിൽ ഉയർന്നു വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മുടെ നാടിൻ്റെ പുരോഗതിയിൽ, വികസന കാര്യത്തിൽ താല്പര്യം ഉണ്ടാവുക എന്നുള്ളത് ഏതൊരു ജനതയുടെയും ആവശ്യമാണ്. മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ അക്കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ഈ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുവാൻ ജനങ്ങൾക്ക് അവസരം കൊടുക്കുന്ന ഒരു വലിയ വേദിയായി രൂപപ്പെടുന്ന ഈ സന്ദർഭത്തിൽ എന്തിനു വേണ്ടി നവകേരള സദസ് എന്ന് ചോദിച്ചവർക്കുള്ള മറുപടിയാണ് ആവാലവൃത്തം വരുന്ന ചങ്ങനാശ്ശേരിയിലെ ഈ ജനസാഗരം എന്ന അഭിമാനത്തോടു കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് അതിൻ്റെ മറുപടി. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് മുന്നോട്ട് പോകാൻ ഈ സർക്കാരിന് സാധിക്കുന്നു. എന്തൊക്കെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ സൂചിപ്പിച്ചല്ലോ. ചിഞ്ചുറാണി മിനിസ്റ്ററുടെ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ സൂചിപ്പിച്ചു. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ പുരോഗതി എടുത്ത് പരിശോധിച്ചാൽ പോരെ. കഴിഞ്ഞ 10-20 വർഷങ്ങൾക്കപ്പുറത്തുള്ള ചങ്ങനാശ്ശേരിയാണോ ഇന്ന്? നമ്മുടെ സ്കൂളുകൾ ഓടിട്ട, ഷീറ്റ് മേഞ്ഞ, ഓല കെട്ടിയ കെട്ടിടങ്ങളെല്ലാം മാറി മനോഹരമായ കെട്ടിടങ്ങൾ രൂപപ്പെട്ടു വന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിലും അതോടൊപ്പം ഉന്നതമായ അക്കാഡമിക് നിലവാരം ഉയർത്താനും നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ ശാക്തീകരിച്ചു എന്നുള്ളത് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തോട്ട് ജനങ്ങൾ അംഗീകരിക്കുന്ന കാര്യമാണ്. ഇന്ന് ഗവൺമെൻറ് സ്കൂളുകളിൽ കൊഴിഞ്ഞുപോക്കില്ല. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഗവൺമെൻറ് സ്കൂളിലേക്ക് വരുന്നു. താലിമാല പണയം വെച്ച് പോലും കുട്ടികളെ പഠിപ്പിക്കാൻ തയ്യാറെടുക്കുന്ന രക്ഷിതാക്കളാണ് കേരളത്തിലുള്ളത്. ഇന്ന് പ്രീ പ്രൈമറി മുതൽ +2 വരെ അനായാസം പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു സ്റ്റേറ്റായി കേരളം മാറി. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിൻ പുറത്ത് നമ്മുടെ വീടിനോട് ചേർന്ന് എവിടെയെങ്കിലും സ്കൂളിൽ പോകാത്തൊരു കുട്ടിയുണ്ടോ കേരളത്തിൽ? ഗവൺമെൻറ് സെക്രട്ടറി മാത്രമല്ല, സഹൃദരായ ആൾക്കാരുടെ എല്ലാം സഹായത്തോടു കൂടി സ്കൂളിൽ പോകാൻ സാധിക്കുന്ന അന്തരീക്ഷമുണ്ടായ സംസ്ഥാനമായി കേരളം മാറി. അങ്ങനെ ചരിത്രപരമായ മുന്നേറ്റത്തിന് സാക്ഷ്യം വഹിച്ച ഒരു സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട നിമിഷമായി നമ്മൾ മാറുമ്പോൾ ഈ നവകേരള സദസ്സിൻ്റെ പ്രസക്തി എന്താ എന്ന ചോദ്യത്തിന് എന്താ അർത്ഥമാണുള്ളത്? അതുപോലെ ആരോഗ്യരംഗത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. ഉന്നതമായ മാറ്റങ്ങൾ രൂപപ്പെടുത്താനായിട്ട് നമുക്ക് സാധിച്ചു. കോവിഡ് എന്ന മഹാമാരിയുടെ മുമ്പിൽ പോലും നമുക്ക് ഭയന്നു നിൽക്കേണ്ടി വന്നു എങ്കിൽ പോലും നമുക്ക് ആശ്രയമരുളാൻ കഴിയുന്ന ഒരു ആരോഗ്യ മേഖല ഈ കേരളത്തിലുണ്ടായി. പട്ടിണിയാകും നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ ഭയന്നു പോയി കാണും. കാര്യം ഇത്രയും തൊഴിലാളികളെ സംബന്ധിച്ച്, സാധാരണക്കാരെ സംബന്ധിച്ച് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച സന്ദർഭത്തിൽ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പ്രധാനമന്ത്രി ഉൾപ്പെടെ പറയുന്ന സന്ദർഭം നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, നെഞ്ചി കൈവച്ച് പറയണം, പാവപ്പെട്ട ഒരു തൊഴിലാളി കുടുംബത്തിൽ പോലും അന്ത്യക്ക് അവൻ്റെ അടുപ്പിൽ എത്തിയണിയാതെ അവരെ മാറോട് ചേർത്തൊരു സർക്കാരാണ് സഖാവ് പിണറായി വിജയന്റെ സർക്കാർ എന്ന അഭിമാനത്തോടെ പറയണ്ടേ. ഒരു ഘട്ടത്തിലും പട്ടിണി ഉണ്ടായില്ല, ഒരു മീഡിയയിലും റിപ്പോർട്ട് ചെയ്തില്ല, ഒരു പത്രത്തിലും വായിക്കാൻ കഴിഞ്ഞില്ല.
ഹൃദയഭേദകമായ രംഗങ്ങൾ രൂപപ്പെട്ടിരുന്ന വിദേശ രാജ്യങ്ങളിൽ പോലും നമ്മൾ കണ്ട ദുരിതങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞത് സദാ ജാഗ്രത പുലർത്തിയൊരു ആരോഗ്യ രംഗവും നമ്മളെ ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞൊരു ഗവൺമെൻറ്റും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ, നമ്മുടെ പ്രദേശങ്ങളിലെ മാറ്റങ്ങൾ, സമ്പൂർണ്ണ കുടിവെള്ളം നമുക്ക് ലഭ്യമാക്കി കൊടുക്കാനുള്ള നടപടി സ്വീകരിച്ചില്ലേ? ജലജീവ മിഷനെ പ്രാപ്തമാക്കിയില്ലേ? ചങ്ങനാശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ അത്തരം കാര്യങ്ങളെ വലിയ നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട MLA ശ്രീ ജോ മൈക്കിളിന്റെ നേരിട്ടുള്ള ഇടപെടൽ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നു. എല്ലാ ഭവനങ്ങളിലും ആദ്യഘട്ടത്തിൽ തന്നെ ഭരണാനുമതി നേടിയെടുത്തൊരു നിയോജക മണ്ഡലമായി ചങ്ങനാശ്ശേരിയെ മാറ്റിയെങ്കിൽ പ്രിയപ്പെട്ട ജോ മൈക്കിളിനെ പ്രത്യേകമായി അഭിനന്ദിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക. 431 കോടി രൂപ ചങ്ങനാശ്ശേരിക്ക് അനുവദിക്കാൻ കഴിഞ്ഞു. കോട്ടയം ജില്ലയിൽ 4132 കോടി രൂപ അനുവദിക്കപ്പെടാനായിട്ട് കഴിഞ്ഞു. ആ നിലയിലെല്ലാം വലിയ മാറ്റങ്ങൾക്ക് നിദാനമായിട്ടുള്ള ചരിത്രപരമായ മാറ്റമാണ് നമുക്ക് രൂപപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നമ്മുടെ ഈ നാടിൻ്റെ എല്ലാ വിഷയങ്ങളിലും ചേർന്ന് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള, ഈ നാടിൻ്റെ ഐശ്വര്യപൂർണ്ണമായ നേട്ടങ്ങൾക്ക് എന്നും പിൻബലവും നൽകിയിട്ടുള്ള നിങ്ങളുടെ മുമ്പിൽ, ഈ രാജ്യത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യവും കാത്തുപരിപാലിക്കുവാനുള്ള പ്രതിജ്ഞയെടുത്ത നിങ്ങളുടെ മുമ്പിൽ, ഈ രാജ്യം നേരിടുന്ന ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാനുള്ള പ്രതിജ്ഞാബദ്ധതയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഒരു മതേതര സങ്കല്പങ്ങൾ കീടുപകരുവാൻ കഴിയുന്ന സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റി. രാജ്യം വർഗീയതയുടെ എരുത്തിയിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോഴും സമാധാനത്തിന്റെ പച്ചത്തുരുത്തായി ഈ കേരളം നിലനിൽക്കുന്നെങ്കിൽ കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിന് കീഴിലായതുകൊണ്ടാണെന്ന ബോധ്യം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് എല്ലാവിധമായ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം. നവകേരള സദസ്സ് 2023 വേദിയിലേക്ക് ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ അവർകൾ, ബഹുമാനപ്പെട്ട ധനവകുപ്പ് മന്ത്രി KN രാജഗോപാൽ അവർകൾ എന്നിവർ എത്തിച്ചേർന്നിരിക്കുകയാണ്. കായിക വകുപ്പ് മന്ത്രി ശ്രീ അബ്ദുറഹ്മാൻ അവർകൾ ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ചങ്ങനാശ്ശേരിയുടെ നവകേരള സദസ്സ് ഒന്നായി ബഹുമാനപ്പെട്ട മന്ത്രിമാരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നവകേരള സദസ്സ് 2023 ഈ യോഗത്തിന് ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നതിനായി സംസ്ഥാന തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട MP രാജേഷ് അവർകളെ ആദരവോടെ ക്ഷണിക്കുന്നു. വേദിയിലുള്ള ബഹുമാന്യനായ അധ്യക്ഷൻ ചങ്ങനാശ്ശേരിയുടെ പ്രിയപ്പെട്ട MLA ശ്രീ ജോബ് മൈക്കിൾ, ബഹുമാന്യരായ മന്ത്രിമാർ ശ്രീ റോഷി അഗസ്റ്റിൻ, ശ്രീമതി ജെ ചിഞ്ചുറാണി, ശ്രീ KN ബാലഗോപാൽ, ശ്രീ K രാജൻ, ശ്രീ V അബ്ദുറഹ്മാൻ, സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ബഹുമാന്യനായ ജോസ് കെ മാണി MP ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്സിലുമുള്ള സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇപ്പോൾ വന്ന 3 മന്ത്രിമാരും കോട്ടയത്തെ സമാപന പൊതുയോഗത്തിൽ ആദ്യം പ്രസംഗിക്കാനായിട്ട് പോവുകയാണ്. ബഹുമാന്യനായ മുഖ്യമന്ത്രിയും മന്ത്രിസഭയിലെ മറ്റ് സഹപ്രവർത്തകരും അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചേരും എന്ന കാര്യം കൂടി നിങ്ങളെ അറിയിക്കട്ടെ. നവകേരള സദസ്സിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് എനിക്ക് മുമ്പ് 2 മന്ത്രിമാർ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. പ്രധാനമായും 2 കാര്യങ്ങളാണ്. ഒന്ന്, സംസ്ഥാന സർക്കാർ എന്തെല്ലാമാണ് ചെയ്യുന്നത് എന്ന് ജനങ്ങളോട് വിശദീകരിക്കുക. സംസ്ഥാന സർക്കാർ നടപ്പാക്കിയിട്ടുള്ള പ്രധാന പദ്ധതികൾ അത് വിശദീകരിക്കുക. ആ പ്രധാന പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ ഇന്ന് കേരളം മുമ്പൊരു കാലത്തുമില്ലാത്ത തരത്തിലുള്ള ഒരു വെല്ലുവിളി നേരിടുന്നുണ്ട്. ആ വെല്ലുവിളി കേന്ദ്ര സർക്കാരിൻ്റെ പ്രതികാര ബുദ്ധിയോട് കൂടിയിട്ടുള്ള സമീപനമാണ്. അതിനി ജനങ്ങളോട് തുറന്നു പറയാതെ മുന്നോട്ട് പോകാനാവില്ല. അത് ജനങ്ങളോട് തുറന്നു പറയുക, കേന്ദ്ര സർക്കാരിൻ്റെ പ്രതികാര ബുദ്ധിയോടുകൂടി കേരളത്തോട്
സ്വീകരിക്കുന്ന സമീപനം തിരുത്തിക്കാൻ ജനങ്ങളുടെ ഇടപെടൽ ഉറപ്പാക്കുക, ജനങ്ങളെ അണിനിരത്തി കേന്ദ്രത്തിന്റെ ശത്രുതാ മനോഭാവത്തിനെതിരെ താക്കീത് നൽകുക, കേന്ദ്രത്തെ കൊണ്ടത് തിരുത്തിക്കുക. ഇതാണ് ഈ നവകേരള സദസ്സ് സംഘടിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം. ഇവിടെ കേരളം കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞു. ക്ഷേമപ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ബഹുമാന്യരായ 2 മന്ത്രിമാർ പ്രധാനമായും പറഞ്ഞത്. രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത ഇന്ത്യക്കാകെ മാതൃകയായ ക്ഷേമപ്രവർത്തനങ്ങളാണ് കേരളത്തിൻ്റേത്. കുറച്ചു ദിവസം മുമ്പ് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ്റെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നു. ആ റിപ്പോർട്ടിൽ പറഞ്ഞു, കേരളത്തിൻ്റെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ ലോകത്തിലെ ഏറ്റവും വികസിത രാജ്യങ്ങളുടെ പട്ടികയിൽ വരുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുടേതിന് തുല്യമാണ്. ലോകത്തെ ഏറ്റവും വികസിത രാജ്യങ്ങളിൽ നടപ്പാക്കുന്നതിന് സമാനമായ ക്ഷേമ പദ്ധതികളാണ് കേരളത്തിൽ നടപ്പാക്കുന്നത് എന്നത്. എന്തെല്ലാമാണ് ആ ക്ഷേമ പദ്ധതികൾ? പെൻഷന്റെ കാര്യം ഇവിടെ പറഞ്ഞല്ലോ. എന്താ പെൻഷന്റെ പ്രത്യേകത? നമുക്ക് കേരളത്തിലിരിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് അതിൽ അത്ഭുതം തോന്നില്ല. കാരണം പെൻഷൻ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോണ്ടായിരുന്നത് വെറും 600 രൂപയാണ്. 18 മാസം അത് തന്നെ കൊടുക്കാൻ ബാക്കിയായിരുന്നു. 2016 ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് അധികാരമൊഴിയുമ്പോൾ ഉണ്ടായിരുന്ന പെൻഷൻ 600 രൂപ, അത് 18 മാസം ബാക്കിയായിരുന്നു. എന്നാൽ അത് പിന്നീട് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ വർദ്ധിപ്പിച്ചത് 2 ഇരട്ടിയാണ്. ഏതാണ്ട് 2 ഇരട്ടി, 1600 രൂപയാക്കി വർദ്ധിപ്പിച്ചു. 600-ൽ നിന്നാണ് ഈ വർധനവെന്ന് ഓർക്കണം. നാമമാത്രമായ വർധനവല്ല. 600-ൽ നിന്ന് 1600-ആയി. കവറേജും വർദ്ധിപ്പിച്ചു. 600 രൂപ കിട്ടിക്കൊണ്ടിരുന്നത് 34 ലക്ഷം പേർക്കാണ് എങ്കിൽ ഇപ്പൊ 1600 രൂപ കിട്ടുന്നത് 64 ലക്ഷം പേർക്കാണ്. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാണ് എന്ന കാര്യം നാം മറക്കാൻ പാടില്ല. ഏറ്റവും ഉയർന്ന പെൻഷൻ മാത്രമല്ല, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്ന സംസ്ഥാനത്തിന്റെ പേരും കേരളം എന്നതാണ്. എത്രയാണ്? നമുക്കൊരു താരതമ്യം നോക്കാം. കാരണം ഈ കണക്കുകളൊക്കെ പ്രധാനമാണ്. ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന 5 കൊല്ലം പെൻഷനായിട്ട് ആകെ ചെലവഴിച്ച തുക 9011 കോടി. 9011 കോടി 5 കൊല്ലം. ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടിപ്പോ 7.5 കൊല്ലമായി. 7.5 കൊല്ലം കൊണ്ട് ചെലവഴിച്ച തുക എത്രയാണ്? 57,603 കോടി. അതായത് 5 കൊല്ലം ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ചെലവഴിച്ചതിന്റെ 6.5 ഇരട്ടി തുക, 57,603 കോടി രൂപ പെൻഷനായി കേരളത്തിലെ ജനങ്ങളുടെ കയ്യിലെത്തിച്ചൊരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ് എന്നത്. ചെറിയ കാര്യമല്ല അത്. ഇപ്പൊ ഈ കഴിഞ്ഞ ഓണക്കാലത്ത് നിങ്ങളെല്ലാവരും ഓർമ്മിക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇത്തരം പ്രചരണം നിരന്തരം വരുന്നത് കൊണ്ട് എല്ലാം ചിലപ്പോൾ ഓർത്തു വെക്കണമെന്നില്ല. പക്ഷെ ഓണക്കാലത്ത് വന്നൊരു പ്രചരണം എന്താ? ഇത്തവണത്തെ ഓണം വറുതിയുടെ ഓണമായിരിക്കും. കാരണം വിറ്റാലും ഓണം ഉണ്ണാൻ കഴിയില്ല, ദുരിതത്തിന്റെ ഓണമാണ് വരാനിരിക്കുന്നത് എന്ന് നമ്മുടെ മാധ്യമങ്ങളെല്ലാം സംഘടിതമായിട്ടുള്ള പ്രചരണം അഴിച്ചുവിട്ടു. പക്ഷെ എന്തായിരുന്നു അനുഭവം? പെൻഷനായും അതുപോലെ അലവൻസുകളായും ഉത്സവബത്തയായും എല്ലാം ഓണക്കാലത്ത് സർക്കാർ ആളുകളുടെ കയ്യിലെത്തിച്ചത് 18,000 കോടി രൂപയാണ്. 18,000 കോടി രൂപ. അതിന്റെ ഫലം എന്തായിരുന്നു? വറുതിയുടെ ഓണം പ്രതീക്ഷിച്ചിരുന്നവരെ എല്ലാം നിരാശരാക്കിക്കൊണ്ട്, ദുരിതം പിടിച്ചൊരോണം ഉണ്ടാകും എന്ന് കരുതി സന്തോഷിച്ചിരുന്നവരെ എല്ലാം നിരാശരാക്കിക്കൊണ്ട് ഓണം സമൃദ്ധിയുടെ ഓണമായിട്ട് മാറി. റെക്കോർഡ് വിൽപ്പനയല്ലേ എല്ലാത്തിലുണ്ടായത്? സപ്ലൈകോയുടെ ഓണച്ചന്തകളിൽ ഒന്നും ഉണ്ടാവില്ല എന്ന് പ്രവചിച്ചവരാണ്. പക്ഷേ സപ്ലൈകോയ്ക്ക് ചരിത്രത്തിൽ ഏറ്റവും വലിയ വിൽപ്പന ഈ ഓണക്കാലത്താണ് ഉണ്ടായത്. ചരിത്രത്തിലെ റെക്കോർഡ് വിൽപ്പന സപ്ലൈകോയ്ക്ക്. സപ്ലൈകോയുടെ 1500-ലധികം ഓണച്ചന്തകളുണ്ടായി. കുടുംബശ്രീയുടെ 1083 ഓണച്ചന്തകളുണ്ടായി.
കുടുംബശ്രീയുടെ കൂടി ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ കണക്കുകൾ നോക്കിയപ്പോൾ കുടുംബശ്രീക്കും റെക്കോർഡ് വിൽപ്പനയാണ് ഉണ്ടായിട്ടുള്ളത്. കൃഷിവകുപ്പിന്റെ ഓണച്ചന്തകളുണ്ടായി, അതിനും റെക്കോർഡ് വിൽപ്പന. മിൽമയ്ക്ക് റെക്കോർഡ് വിൽപ്പന. പിന്നെ ബിവറേജസിന്റെ കാര്യം പറയേണ്ട കാര്യമില്ല. ബിവറേജസ് എല്ലാ റെക്കോർഡും തകർത്തു ഇത്തവണ. ബെവ്കോ എങ്ങനെയാണ് വറുതിയുടെ ഓണം എന്ന് പറഞ്ഞത് സമൃദ്ധിയുടെ ഓണമായി മാറിയത്? 18,000 കോടി രൂപ ആളുകളുടെ കയ്യിൽ ഈ ഗവൺമെന്റ് എത്തിച്ചതുകൊണ്ടാണ്. ക്രിസ്മസ് വരാനിരിക്കുകയാണ്. ക്രിസ്മസിനും സമാനമായിട്ടുള്ള ഇടപെടലാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്. അതിനുള്ള എല്ലാ തീരുമാനങ്ങളും എടുത്തു കഴിഞ്ഞു, മുന്നൊരുക്കങ്ങളായി കഴിഞ്ഞു. അപ്പൊ ഒരു ഭാഗത്ത് തെറ്റായ പ്രചരണങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വലിയ പ്രതിസന്ധികളുടെ നടുവിലും ഈ ഗവൺമെന്റ് എങ്ങനെ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നു എന്നതിന്റെ ഉദാഹരണമാണ് 9,011 കോടി രൂപ 5 കൊല്ലം കൊണ്ട് ചെലവഴിച്ച ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് 7.5 കൊല്ലം കൊണ്ട് 57,603 കോടി രൂപ പെൻഷനായിട്ട് ആളുകളുടെ കയ്യിലെത്തിച്ച ശ്രീ പിണറായി വിജയന്റെ ഗവൺമെന്റ്. താരതമ്യം ചെയ്യാനുള്ള കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇനി കേന്ദ്ര ഗവൺമെന്റ് എത്ര പെൻഷൻ കൊടുക്കുന്നതെന്ന് കൂടി ഓർക്കണം കേട്ടോ. നമുക്ക് ഈ 1,600 കിട്ടുന്നത് കൊണ്ട് 1 മാസോ 2 മാസോ വൈകിപ്പോയാൽ വലിയ പ്രതിഷേധവും ക്ഷോഭവും ഒക്കെ ചിലർക്ക് വരികയാണ്. ചിലർ ബോധപൂർവം ഉണ്ടാക്കുകയാണ്. 18 മാസം 600 മാത്രം ഉണ്ടായിരുന്ന കാലത്ത് മുടങ്ങിയപ്പോൾ കാണാത്ത പ്രതിഷേധം ഇപ്പോ ഉണ്ടാക്കാനാണ് ശ്രമം. കേന്ദ്രം എത്രയാ കൊടുക്കുന്നത്? കേന്ദ്ര സർക്കാർ ആകെ കേരളത്തിൽ കേന്ദ്രത്തിന്റെ പെൻഷൻ കിട്ടുന്നത് 5,88,000 പേർക്കാണ്. നമ്മൾ കൊടുക്കുന്നത്, കേരളം കൊടുക്കുന്നത് 64 ലക്ഷം പേർക്കാണ്. ഇനി 5,88,000 പേർക്ക് എത്രയാ കൊടുക്കുന്നത്? അഗതികൾക്ക് മാസം 200, വിധവകൾക്ക് 300, 80 വയസ്സ് കഴിഞ്ഞാൽ 500. അതായത് കേന്ദ്രത്തിൽ നിന്നൊരു 500 റുപ്യ കയ്യിൽ കിട്ടണമെങ്കിൽ വിധവയാവണം, 80 വയസ്സും കഴിയണം, എന്നാലേ 500 രൂപ കിട്ടൂ. അതായത് കേന്ദ്രം കൊടുക്കുന്ന മിനിമം പെൻഷൻ 200, മാക്സിമം പെൻഷൻ 500. കേരളം കൊടുക്കുന്ന മിനിമം പെൻഷൻ കേന്ദ്രം കൊടുക്കുന്ന പരമാവധി പെൻഷന്റെ 2 ഇരട്ടിയിലധികം. ഇനി ഈ പെൻഷൻ കേന്ദ്രത്തിന്റെ തുച്ഛമായ വിഹിതം വെറും 5,88,000 പേർക്കുള്ളത് കേരളത്തിന് സമയത്ത് തരുന്നുണ്ടോ? 2.5 കൊല്ലം കേരളത്തിന് നൽകിയില്ല ഈ തുക. 2.5 കൊല്ലം. സെപ്റ്റംബർ മാസത്തിൽ ഞാൻ പോയി കേന്ദ്രമന്ത്രിയെ കണ്ടു. ഞങ്ങൾ ഉദ്യോഗസ്ഥരും എല്ലാവരും കൂടി പോയി കണ്ടു. 2021 ജനുവരി മുതൽ 2023 ജൂൺ വരെ കേരളം ഈ പൈസ എടുത്തു കൊടുത്തു. തുച്ഛമാണെങ്കിലും കേരളം എടുത്തു കൊടുത്തു. അവർ തരുന്ന വിഹിതം കൂടി നമ്മൾ കൂട്ടിക്കൊടുത്തു. പക്ഷേ ഇങ്ങോട്ട് തന്നില്ല. ആ പൈസ ചോദിച്ചപ്പോ ഒരു മറുപടിയും പറയാനില്ല. ഇപ്പൊ ചിലർ പറയാണല്ലോ കേന്ദ്രത്തിൽ നിന്ന് തരാത്തത് കണക്ക് കിട്ടാത്തത് കൊണ്ടാണ് എന്നാണ്. ഞങ്ങൾ ചോദിച്ചു പോയിട്ട് എന്തുകൊണ്ടാണ് തരാത്തത്? എല്ലാ കണക്കും കൃത്യമായി തന്നതാണല്ലോ, 2.5 കൊല്ലമായിട്ട് തരുന്നില്ലല്ലോ. മറുപടി പറയാനില്ല. അവസാനം ഈ ഒക്ടോബർ മാസത്തിൽ, സെപ്റ്റംബറിൽ പോയി ചോദിച്ചപ്പോ ഗത്യന്തരമില്ലാതെ വന്നപ്പോ ഒക്ടോബറിൽ ജൂൺ വരെയുള്ള കുടിശ്ശിക 62 കോടി അനുവദിച്ചു. പക്ഷെ അതിനുശേഷം ഇപ്പോഴും കുടിശ്ശിക നിൽക്കുകയാണ്. ജൂൺ മുതലുള്ള കുടിശ്ശിക ഇപ്പോഴും നിൽക്കുകയാണ്. കേന്ദ്രം തരുന്നുണ്ടോ തരുന്നില്ലയോ എന്ന് കേരളം കാത്തിരിക്കുന്നില്ല. കേന്ദ്രത്തിന്റെ 200 എങ്കിൽ 200 അതുകൂടി നമ്മളെടുത്ത് കൊടുക്കുകയാണിപ്പോ. ഈ വസ്തുതയൊന്നും പലപ്പോഴും ആളുകൾ മനസ്സിലാക്കുന്നില്ല, മാധ്യമങ്ങളിട്ട് പറയാറുമില്ല. ഇതാണ് പെൻഷന്റെ കഥയെങ്കിൽ ഇനി വീടിന്റെ കാര്യമെടുക്കാം. ലൈഫ് പദ്ധതി. ഇന്ത്യയിൽ എവിടെയെങ്കിലും വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കാനുള്ള പദ്ധതി നടപ്പാക്കുന്നുണ്ടോ? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കേരളം എത്രയാണ് ലൈഫിനൊരു ഗുണഭോക്താവിന് കൊടുക്കുന്നത്? 4 ലക്ഷം രൂപയാണ്. ഇനി വനത്തിനുള്ളിലാണെങ്കിലോ 6 ലക്ഷം രൂപയാണ്. എന്റെ ചോദ്യം, ഇന്ത്യയിൽ കേരളത്തിലല്ലാതെ മറ്റെവിടെയാണ് വീട് വെക്കുന്നതിന് ഒരു ഗുണഭോക്താവിന് 4 ലക്ഷം രൂപ കൊടുക്കുന്നത്? എവിടെയാണ് കൊടുക്കുന്നത്? ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ പേര് പറയാനാവുമോ? കേന്ദ്രം എത്ര കൊടുക്കുന്നറിയാമോ? കേന്ദ്രം കൊടുക്കുന്നത് വെറും 72,000 രൂപ പഞ്ചായത്തിൽ, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ 1.5 ലക്ഷം രൂപ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിൽ 72,000 കൊണ്ട് പഞ്ചായത്തിലും 1.5 ലക്ഷം കൊണ്ട് മുനിസിപ്പാലിറ്റിയിലും ഒരു വീട് വെക്കാനാവുമോ? കോഴിക്കോട് വെക്കാൻ തികയുമോ?
ഒരു ശൗചാലയം ഉണ്ടാക്കാൻ തികയുമോ? തുച്ഛമായ പൈസയാണ് കേന്ദ്രം കൊടുക്കുന്നത്. അതും എത്ര പേർക്കാ കൊടുക്കുന്നത്? വളരെ കുറച്ച് പേർക്കാ കൊടുക്കുന്നത്. 72,000 രൂപ കേന്ദ്ര ഗവൺമെന്റിന്റെ കിട്ടിയത് കേരളത്തിൽ വെറും 32,171 പേർക്കാണ്. 32,171 പേർക്ക്. നമ്മൾ 4 ലക്ഷം കൊടുത്തത് എത്ര പേർക്കാണ്? 4,82,733 പേർക്കാണ്. 4,82,733 പേർക്ക് കേരളം കൊടുത്തത് 4 ലക്ഷം. കേന്ദ്ര ഗവൺമെന്റ് 72,000 കൊടുത്തത് 32,171 പേർക്ക്. 1.5 ലക്ഷം കൊടുത്തത് 79,860 പേർക്ക്. എല്ലാം കൂടി ചേർത്താൽ കേന്ദ്രത്തിന്റെ തുച്ഛമായ വിഹിതം കിട്ടിയത് 1,12,000 പേർക്ക്. നമ്മുടെ 4 ലക്ഷം കിട്ടിയത് 4,82,733 പേർക്ക്. ഈ കണക്കുകളെല്ലാം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ തന്നെയാണ് ഞങ്ങൾ ഈ നവകേരള സദസ്സ് സംഘടിപ്പിക്കുന്നത്. കാരണം ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങൾ ജനങ്ങളോട് പറയാത്ത കണക്കാണ്. അറിയാത്തത് കൊണ്ടല്ല, ജനമറിയരുത് എന്നവർക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ്. നേരറിയാൻ പാടില്ല ജനങ്ങൾ എന്ന് നിർബന്ധമുള്ളത് കൊണ്ട് ഈ കണക്കുകളൊന്നും മാധ്യമങ്ങൾ പറയില്ല. പിന്നെന്താ മാർഗം? നേരിട്ട് നിങ്ങളോട് വരിക, നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ കണക്കുകൾ പറയുക. ഈ കണക്കുകൾ ഏതെങ്കിലും ഒന്ന് ശരിയല്ലെന്ന് വെല്ലുവിളിക്കാൻ, നിഷേധിക്കാൻ, ഇതിനെ ചോദ്യം ചെയ്യാൻ നമ്മുടെ മാധ്യമങ്ങൾക്കോ കേന്ദ്ര സർക്കാരിനോ കഴിയുമോ? ഇതാണ് യാഥാർത്ഥ്യം. നമ്മൾ ചെലവഴിച്ച തുക എത്രയാണെന്നറിയാമോ? വീട് കൊടുക്കാൻ വേണ്ടി കേരളം ചെലവഴിച്ച തുക 13,736.6 കോടി രൂപ. 13,736.6 കോടി രൂപ കൊടുത്തു. വീട് വെക്കാൻ വേണ്ടി കേരളത്തിൽ നടപ്പാക്കിയ ലൈഫിന്റെ 86% സംസ്ഥാനം വഹിച്ചു. 14% മാത്രമാണ് ആരുടെ വിഹിതം? കേന്ദ്രത്തിന്റെ വിഹിതം. ആ കേന്ദ്ര ഗവൺമെന്റ് പറയുകയാണ്, വെറും 14% മാത്രം തന്ന കേന്ദ്ര ഗവൺമെന്റ് പറയുകയാണ്, വീടൊക്കെ പണി കഴിയുമ്പോൾ സംസ്ഥാനം ഒരു കാര്യം ഉറപ്പുവരുത്തണം, എല്ലാ വീട്ടിലും ഒരു ലോഗോയും പ്രധാനമന്ത്രിയുടെ ചിത്രവും വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാക്കണം. എന്നിട്ട് അതിന്റെ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യണം കേന്ദ്രത്തിന്റെ സൈറ്റിൽ. വെറും 14% പൈസ തന്ന കേന്ദ്രം പറയുന്നു പ്രധാനമന്ത്രിയുടെ ചിത്രം എവിടെ വേണം? വീടിൽ ഒട്ടിക്കണം. കേരളം പറഞ്ഞു 4 ലക്ഷം മുതൽ 6 ലക്ഷം വരെ കൊടുക്കുന്ന സംസ്ഥാനമാണ് കേരളം. പക്ഷെ കേരളത്തിലെ ഗവൺമെന്റ് ഇന്ന് വരെ ഈ അല്പത്വം പറഞ്ഞിട്ടില്ല ജനങ്ങളോട്. മുഖ്യമന്ത്രിയുടെ ചിത്രം വീട്ടിലൊട്ടിച്ചു വെക്കണം എന്ന് പറഞ്ഞിട്ടില്ല. എന്താ കാരണമെന്നറിയാമോ? ആ വീട്ടിൽ കഴിയുന്ന ഓരോ മനുഷ്യനും അന്തസ്സും ആത്മാഭിമാനവുമുണ്ട് എന്ന് കരുതുകയും ആ മനുഷ്യന്റെ ആത്മാഭിമാനത്തിന് വില കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു സർക്കാരാണ് കേരളത്തിൽ LDF സർക്കാർ എന്നതുകൊണ്ടാണ്. അവിടെ കൊണ്ടുപോയിട്ട് മുഖ്യമന്ത്രിയുടെ ചിത്രം അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം ഒട്ടിച്ചു വെച്ചാൽ അവിടെ കഴിയുന്നവരുടെ മനോഭാവം എന്തായിരിക്കും? ദാനം കിട്ടിയ വീട്ടിൽ കഴിയുന്നവരാണെന്ന അപകർഷതയായിരിക്കും അവർക്കുണ്ടാവുക. ഔദാര്യമായി കിട്ടിയ ഒരു വീട്ടിൽ കഴിയുന്നവർ എന്ന അധമ ചിന്തയായിരിക്കും അവർക്കുണ്ടാവുക. തലയുയർത്തി സ്വന്തം വീട്ടിൽ കഴിയുന്നവർ എന്ന ആത്മാഭിമാനം ഉണ്ടാകുമോ? ആ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്താൻ പാടില്ല എന്നതുകൊണ്ടാണ് LDF സർക്കാർ തീരുമാനിച്ചു, ഉത്തരവിറക്കി, ലൈഫ് പദ്ധതിയിൽ കൊടുത്തിട്ടുള്ള ഒരു വീട്ടിലും ഒരു ലോഗോയോ ഇത് സർക്കാരിന്റെ സൗജന്യമാണ് എന്നറിയിക്കുന്ന ഒരു ചിഹ്നമോ ഒട്ടിക്കാൻ പാടില്ല എന്ന് നാം ഉത്തരവ് കൊടുത്തു. കേന്ദ്ര ഗവൺമെന്റ് ചെയ്തത് എന്താണ്? എല്ലായിടത്തും പ്രധാനമന്ത്രിയുടെ ചിത്രം ഒട്ടിച്ചേ നിങ്ങൾക്കിനി കാശ് തരൂ എന്ന ഉത്തരവിറക്കി. 2 ഗവൺമെന്റുകൾ തമ്മിലുള്ള വ്യത്യാസമാണ്. എന്താണ് നവകേരളം എന്നും എന്താണ് ഇടതുപക്ഷ ബദൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെയാണ് ഇടതുപക്ഷ ബദൽ. മനുഷ്യന്റെ അന്തസ്സിന് ആത്മാഭിമാനത്തിന് വില കൽപ്പിക്കുന്നതിനെയാണ് ഇടതുപക്ഷ ബദൽ എന്ന് പറയുന്നത്. ഞങ്ങൾ 4 ലക്ഷം തന്നതല്ലേ, അതുകൊണ്ട് വലിയൊരു ചിത്രം മുഖ്യമന്ത്രിയുടെ ഒട്ടിച്ചു വെക്കണം എന്ന് പറയുന്ന അല്പത്തം കാണിക്കാത്ത ഗവൺമെന്റാണ് കേരളത്തിലെ ഗവൺമെന്റ്. അപ്പൊ പെൻഷൻ, വീട്, തൊഴിലിന്റെ കാര്യം ഇവിടെ പറഞ്ഞു. എന്താണ് കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ്, പ്രത്യേകിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തിയ പ്രചരണം ഓർക്കുന്നുണ്ടോ? PSC നിയമനം നടക്കുന്നില്ല എന്നാണ് പ്രചരണം. ഇപ്പൊ ശ്രീമതി ജെ ചിഞ്ചുറാണി ഇവിടെ ഒരു കണക്ക് പറഞ്ഞു. പക്ഷെ കണക്ക് എവിടെ നിന്നുള്ളതാന്ന് പറഞ്ഞില്ല. അതുകൂടി പറഞ്ഞാലേ ശരിയാവൂ. ഒരു കണക്ക് പറഞ്ഞു. അവർ പ്രസംഗം പെട്ടെന്ന് ചുരുക്കിയത് കൊണ്ടാണ് അത് പറയാതിരുന്നത്. കണക്ക് ആരുടേതാണെന്നറിയാമോ? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ കണക്കാണ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ 2 ആഴ്ച മുമ്പ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു. ആ റിപ്പോർട്ടിൽ പറഞ്ഞു,
ഇന്ത്യയിലാകെ 26 സംസ്ഥാനങ്ങളും കൂടി നടത്തിയ നിയമനം 19,146. 19,146. അതിൽ കേരളത്തിൽ മാത്രം നടത്തിയ നിയമനം 15,646. ഇന്ത്യയിലെ 26 സംസ്ഥാനങ്ങളും കൂടി PSC വഴി നടത്തിയത് 19,146. കേരളം മാത്രം, കൊച്ചു കേരളം മാത്രം നടത്തിയത് 15,646. ആരുടെ കണക്കാണ്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ. കേരളത്തിലെ സർക്കാരിനെതിരെ എന്തുമാത്രം നുണപ്രചരണമാണ് PSC നിയമനം സംബന്ധിച്ച് നടന്നത്. മിണ്ടാട്ടമുണ്ടായില്ല ഈ കണക്ക് വന്നപ്പോ. പല മാധ്യമങ്ങളും ചെറുതായിട്ടാണ് ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത്. ഒരു മൂലയ്ക്കാണ് ഒതുക്കിയത്. കേരളം കഴിഞ്ഞാൽ രണ്ടാമത് ഏറ്റവും കൂടുതൽ PSC നിയമനം നടത്തിയ സംസ്ഥാനത്തിന്റെ പേരേത്? ബംഗാൾ. എത്രയാ നടത്തിയത്? 3,605. കേരളത്തിന്റെ 3 ഇരട്ടി ജനസംഖ്യയുള്ള ബംഗാളിൽ നടത്തിയതിനേക്കാൾ 5 ഇരട്ടി കൂടുതൽ PSC നിയമനം കേരളത്തിൽ നടത്തി. നമ്മുടെ 3 ഇരട്ടിയാണ് ബംഗാളിന്റെ ജനസംഖ്യ. അവിടെ 3,605, ഇവിടെ 15,646. അവര് നടത്തിയതിന്റെ 5 ഇരട്ടി കേരളം നിയമനം നടത്തി. ഈ വസ്തുത സർക്കാരിനെ കുറ്റപ്പെടുത്തിയ മാധ്യമങ്ങൾ തമസ്കരിച്ചു, അല്ലെങ്കിൽ ആരും കാണാത്ത തരത്തിൽ വാർത്ത കൊടുത്തു, ഇല്ലേ? 7 കൊല്ലം കൊണ്ട് LDF ഗവൺമെന്റ്, ശ്രീ പിണറായി വിജയന്റെ ഗവൺമെന്റ് നടത്തിയ നിയമനം 2,22,133. 2 ലക്ഷം നിയമനം. അതേസമയം കേന്ദ്ര സർക്കാർ സർവീസിൽ എത്ര ഒഴിവാണുള്ളത്? ഈ ജൂൺ ജൂലൈ മാസത്തിൽ പാർലമെന്റിൽ കൊടുത്ത മറുപടി എന്താ? 9.64 ലക്ഷം ഒഴിവുകൾ നികത്തപ്പെടാതെ കിടക്കുന്നു കേന്ദ്ര സർക്കാർ സർവീസിൽ. 9,64,000 നിയമനങ്ങൾ നടത്താതെ ഒഴിവുകൾ കേന്ദ്ര സർക്കാർ സർവീസിൽ നികത്താതെ കിടക്കുമ്പോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ PSC നിയമനം നടത്തുന്ന സർക്കാർ കേരളത്തിലെ സർക്കാരാണ്. ഈ വസ്തുത ജനങ്ങൾ അറിയണ്ടേ? മാധ്യമങ്ങൾ പറയില്ലെങ്കിൽ പിന്നെ ജനങ്ങളെ അറിയിക്കണ്ടേ? മാധ്യമങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ 9,64,000 നിയമനങ്ങൾ, തസ്തികകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് കേന്ദ്ര സർക്കാർ സർവീസിലെന്ന്? പാർലമെന്റിൽ കേന്ദ്രം തന്നെ നൽകിയ മറുപടിയാണ്. കേന്ദ്രം തന്നെ നൽകിയതാണ് ഈ മറുപടി. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ മാത്രം ഇന്ത്യയിൽ ആകെ 19,000 നിയമനം നടന്നപ്പോൾ കേരളത്തിൽ മാത്രം 15,000 നിയമനം നടന്നു. മാധ്യമങ്ങൾ എങ്ങനെയാണ് മൂടിവെച്ചത് ഈ വാർത്ത? ഇതെല്ലാം ചെയ്യുന്നൊരു ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിനെ ഈ വസ്തുതകളെല്ലാം മൂടിവെച്ച് നിരന്തരമായിട്ട് നുണപ്രചരണങ്ങളിലൂടെ കടന്നാക്രമിച്ചു കൊണ്ടിരിക്കുകയല്ലേ? നിയമനത്തിന്റെ പേരിൽ നടന്ന സമരങ്ങൾ ഓർമ്മയില്ലേ? ഇന്ത്യയിലെ ഏറെക്കുറെ സർക്കാർ ജോലി എന്നൊന്നും ഇല്ലാതായി. ഇപ്പോഴും സർക്കാർ ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാവുന്ന ഏക സംസ്ഥാനം കേരളമാണ്. ബാക്കി എല്ലായിടത്തും എന്താണ്? കരാർ ജോലിയാണ്. കേരളത്തിൽ മാത്രമാണ് ഈ നിയമനം നടക്കുന്നത്. അപ്പൊ അതാണ് വേറൊന്ന്. ഇനി ഒരു കാര്യം കൂടി പറയാം. തൊഴിലുറപ്പ് 20 ലക്ഷം പേര് കേരളത്തിലുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയ ഗവൺമെന്റ് കേരളത്തിലെ ഗവൺമെന്റാണ്. പക്ഷേ ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളിക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയപ്പോ കേരളത്തിൽ ഒരു പ്രചരണം സാമൂഹിക മാധ്യമങ്ങളിൽ, ഇന്ന് രാവിലെ കൂടി എനിക്കൊരാൾ അയച്ചു തന്നു, ഇതിനൊരു മറുപടി കൊടുക്കണം. മുമ്പൊരിക്കൽ മറുപടി കൊടുത്തതാണ്. എന്താ പ്രചരണം എന്നറിയോ? മാതൃഭൂമിയുടെ ഒരു വാർത്ത, തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ആരേർപ്പെടുത്തി എന്നില്ല. കേരളത്തിലാണ്, കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ആ വാർത്തയുടെ കൂടെ പ്രധാനമന്ത്രി കൈകൂപ്പിക്കൊണ്ട് നിൽക്കുന്ന ഒരു പടവും വെച്ച് ചേർത്ത് വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും മുഴുവൻ പ്രചരണം, തൊഴിലുറപ്പ് തൊഴിലാളിക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയ നരേന്ദ്രമോദി സർക്കാരിന് അഭിവാദ്യങ്ങൾ. നമ്മുടെ എല്ലാം ഉള്ളംകൈയിൽ ഇത് കിട്ടുകയാണ്. ഈ വ്യാജ വാർത്ത. പണം മുടക്കുന്നതാര്? കേരളം. അഭിനന്ദനം ആർക്ക് വേണം? പ്രധാനമന്ത്രിക്ക്. ആരാ പ്രചരിപ്പിക്കുന്നത്? സംഘപരിവാർ സോഷ്യൽ മീഡിയ സെല്ലാണ് ഈ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവസാനം മാതൃഭൂമിക്ക് തന്നെ പറയേണ്ടി വന്നു, ഈ പ്രചരണം വ്യാജ വാർത്തയാണ്, കേരള സർക്കാർ ഏർപ്പെടുത്തിയതാണ്. ഇന്ത്യ ടുഡേ വ്യാജ വാർത്തകളുടെ കൂട്ടത്തിൽ ഒന്നായിട്ട് ഇതിനെ ചൂണ്ടിക്കാണിച്ചു. കേരളം ഏർപ്പെടുത്തിയ ക്ഷേമ പദ്ധതിയെ കേന്ദ്രത്തിന്റെ പേരിൽ അവതരിപ്പിക്കുന്നു എന്നത്. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ലജ്ജയുമില്ലാതെ, ഒരു മടിയുമില്ലാതെ ഇങ്ങനെ അടിച്ചുമാറ്റൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടപ്പാക്കുന്നത് നമ്മൾ, ക്രെഡിറ്റ് എടുക്കുന്നത്
കേന്ദ്രം എന്ന സ്ഥിതിയാണ്. ഇപ്പൊ ശ്രീ റോഷി അഗസ്റ്റിൻ മിനിസ്റ്റർ ഇവിടെ ഉണ്ട്. ജലജീവൻ മിഷൻ നടപ്പാക്കുന്നു. ആരാണ് അതിന്റെ വിഹിതം ഏറ്റവും കൂടുതൽ എന്നറിയോ? പേര് കേട്ടാൽ തോന്നും ഇത് കേന്ദ്രത്തിന്റെ, കാരണം ഹിന്ദിയാണല്ലോ. നമ്മുടെ നാട്ടിൽ ആർക്കും അധികം പെട്ടെന്ന് മനസ്സിലാവാത്ത തരത്തിൽ പേരുകൾ, കേന്ദ്ര പദ്ധതികളുടെ പേരുകൾ മുഴുവൻ ഹിന്ദിയിൽ. ജൽ ജീവൻ മിഷൻ 55% കേരളമാണ് വഹിക്കുന്നത്, 45% കേന്ദ്രത്തിന്റെ. ജൽജീവൻ മിഷന്റെ ചെലവിന്റെ 55% നമ്മൾ വഹിക്കുന്നു, 45% കേന്ദ്രം. പക്ഷെ പ്രചരണമാരുടെ പേരിലാണ് നടക്കുന്നത്, കേന്ദ്രത്തിന്റെ പേരിലാണ് നടക്കുന്നത്. പണ്ടെങ്ങനെയായിരുന്നു? പണ്ട് 90% കേന്ദ്രം വഹിച്ചുകൊണ്ടിരുന്നതാണ്. വെട്ടിച്ചുരുക്കി ആദ്യം 75 പിന്നെ 60-40 ഇപ്പോ നേരെ തിരിച്ചായി. 55 നമ്മൾ കൊടുക്കണം, 45 അവർ തരും. പക്ഷെ പേരവരുടെ വെക്കണം. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ക്ഷേമ പദ്ധതികളെല്ലാം കേരളം നടപ്പാക്കി. ഇനി ക്ഷേമ പദ്ധതി മാത്രമാണോ? ക്ഷേമ പദ്ധതി മാത്രമല്ലല്ലോ. ഞാനിപ്പം നിന്ന് സംസാരിക്കുന്നത് ചങ്ങനാശ്ശേരിയിലാണ്. ചങ്ങനാശ്ശേരിയിലെ ഒരു കോളേജിന്റെ, SB കോളേജിന്റെ മൈതാനത്താണ്. ചങ്ങനാശ്ശേരിയിലെ പ്രസിദ്ധമായ കോളേജാണ് SB കോളേജ്. കേരളത്തിൽ, ചങ്ങനാശ്ശേരിയിൽ എന്നല്ല, കേരളത്തിലെ തന്നെ പ്രസിദ്ധമായ കോളേജുകളിലൊന്ന്. ഇന്ന് കേരളത്തിൽ LDF ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്, രണ്ടാം LDF ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് എന്തിനാ? ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പുനഃസംഘാടനത്തിന്. എന്തുകൊണ്ട്? ഇനി ലോകത്തുണ്ടാകുന്ന മാറ്റം വൈജ്ഞാനിക വിപ്ലവത്തിന്റെ മാറ്റമാണ്. വിജ്ഞാന സമ്പദ് വ്യവസ്ഥയാണ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിൽ കേരളത്തിന്റെ സമ്പദ്ഘടനയെ കണ്ണിചേർക്കാൻ വേണ്ടിയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പുനഃസംഘടനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. അതിന്റെ ഗുണമുണ്ടായി. 2.5 കൊല്ലം കൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് സർക്കാർ കൂടുതൽ പണം അനുവദിച്ചു കഴിഞ്ഞപ്പോൾ ഗുണമുണ്ടായി. ഈ കോട്ടയത്തെ സർവകലാശാലയിലെ MG യൂണിവേഴ്സിറ്റി, കോട്ടയത്ത് MG യൂണിവേഴ്സിറ്റി, അമേരിക്കയിലെ ടൈം മാഗസിൻ ഇന്ത്യയിലെ സർവകലാശാലകളുടെ റാങ്കിംഗ് നടത്തിയപ്പോൾ 2ാം സ്ഥാനം കിട്ടിയത്, നമ്പർ 2 ആയി റാങ്ക് ചെയ്യപ്പെട്ടത് കോട്ടയത്ത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയാണ്. എങ്ങനെയാണ് ഈ ഉയർച്ചയുണ്ടായത്? കേരളത്തിലെ LDF സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രഥമ പരിഗണന കൊടുത്തുകൊണ്ടുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ്. മാത്രമാണോ? ഇന്ത്യയിലെ ഏറ്റവും മികച്ച 100 സർവകലാശാലകളുടെയും കോളേജുകളുടെയും പട്ടികയിൽ കേരളത്തിൽ നിന്ന് 20 സർവകലാശാലകളും കോളേജുകളും ഇടം പിടിച്ചു. 20 എണ്ണം. 100ൽ 20 കേരളത്തിൽ നിന്നാണെന്ന് ഓർക്കണം. 5ൽ 1. 27 സംസ്ഥാനമുണ്ട്. കേന്ദ്രഭരണ പ്രദേശങ്ങൾ വേറെയുണ്ട്. കേന്ദ്ര സർവകലാശാലകളുണ്ട്. ഈ സംസ്ഥാനങ്ങളിലെല്ലാം സർവകലാശാലകളും കോളേജുകളും ഉണ്ട്. 100 കണക്കിന് 1000 കോളേജുകളുണ്ട്. ഏറ്റവും മികച്ച 100 എണ്ണത്തിന്റെ പട്ടികയിൽ 20 എണ്ണം കേരളത്തിൽ നിന്ന് ഇതാദ്യമായിട്ട് ഇടം പിടിച്ചത് ഇപ്പോഴാണ്. LDF സർക്കാർ നടപ്പാക്കിയ നടപടികളുടെ ഫലമായിട്ടാണ്. അവിടെയും തീരുന്നില്ല. നാക്കിന്റെ അക്രഡിറ്റേഷൻ വന്നപ്പോ A++ ഗ്രേഡ് ഏറ്റവും മികച്ച ഗ്രേഡാണ്. A+ അല്ല, A++. കേരള സർവകലാശാലയ്ക്ക് കിട്ടി A++ ഗ്രേഡ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റം ഉണ്ടാവുകയാണ്. അതിനെ തകർക്കാനാണ് ഇപ്പോൾ ശ്രമം നടത്തുന്നത്. ഗവർണർ തന്നെ ആ ശ്രമത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. സർവകലാശാല എന്തുകൊണ്ട് കേരളത്തിലെ സർവകലാശാലകൾ മികച്ചു നിൽക്കുന്നത് കേരളത്തിന് പുറത്തുള്ള സർവകലാശാലകളെക്കാൾ? അവിടെയെല്ലാം ഉന്നത വിദ്യാഭ്യാസ മേഖല വർഗീയവൽക്കരിക്കപ്പെട്ടു. RSSന്റെ നിയന്ത്രണത്തിലാണ് സർവകലാശാലകളെല്ലാം. അതുകൊണ്ട് അവിടുത്തെ സർവകലാശാലകൾ ചാണകത്തെക്കുറിച്ച്, പഞ്ചഗവ്യത്തെക്കുറിച്ച്, ഗോമൂത്രത്തിന്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചൊക്കെ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ ഗവേഷണം നടക്കുന്നത് എന്തിനെ കുറിച്ചാണ്? കേരളത്തിൽ ഗവേഷണം നടക്കുന്നത് നാനോ ടെക്നോളജിയിൽ, ഗ്രഫീനെ കുറിച്ച് ഒക്കെയാണ് കേരളത്തിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് കേരളത്തിൽ തറക്കല്ലിട്ടു. 1500 കോടിയാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുക. ഇന്ത്യയുടെ ഒരു ചുവട് മുമ്പിലാണ് കേരളം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക്, വിജ്ഞാന സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിനുള്ള അടിത്തറ കേരളത്തിൽ LDF ഗവൺമെന്റ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളത്തിലാണ്. ഇന്ത്യയിൽ 26 സംസ്ഥാനങ്ങളിലും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഉണ്ടായില്ല. എന്തുകൊണ്ട്? കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ എവിടെയും ഉണ്ടായില്ല. എന്തുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെന്റിന് അങ്ങനെ ചെയ്യാൻ കഴിയാതിരുന്നത്? അപ്പൊ രാജ്യം മുഴുവൻ ചിന്തിക്കുന്നതിനേക്കാൾ മുമ്പിലാണ് കേരളം ചിന്തിക്കുന്നത്. കേരളം മുമ്പേ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി, ആദ്യത്തെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, അഡ്വാൻസ് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് തിരുവനന്തപുരത്താണ്.
ഇങ്ങനെ അത്യാധുനികമായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങൾ രാജ്യത്തിന്റെ മുൻനിരയിൽ, കേരളത്തെ ലോകത്തിന്റെ മുൻനിരയിൽ എത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ലോകോത്തര നിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസം ഇവിടെ തന്നെ കിട്ടാൻ കഴിഞ്ഞ പിണറായി ഗവൺമെന്റ്, ഒന്നാം LDF ഗവൺമെന്റ് ഏത് കാര്യത്തിലാണ് പ്രധാനമായി ശ്രദ്ധിച്ചത്? സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണ്. അതിന്റെ ഫലമായിട്ടോ 45,000-ത്തിലധികം ക്ലാസ് മുറികൾ ഹൈടെക്കായി മാറി, സ്മാർട്ട് ക്ലാസ് മുറികളായിട്ട് മാറി. 11,287 ലാബുകൾ ഹൈടെക്കായി സ്കൂളുകളിൽ. ലാബുകൾ ഇപ്പൊ ഞങ്ങളെല്ലാം പഠിക്കുന്ന കാലത്ത് സർക്കാർ സ്കൂളിൽ ലാബ് എന്ന് പറയുന്നുണ്ടോ? സങ്കല്പമാണ്. ഒരു ചോക്ക് കഷ്ണം എടുത്ത് അധ്യാപകൻ പറയും ഇതൊരു ടെസ്റ്റ് ട്യൂബാണെന്ന് സങ്കല്പിക്കുക. ടെസ്റ്റ് ട്യൂബ് കുട്ടികൾ കണ്ടിട്ടില്ല. ഇന്ന് ഹൈടെക് ലാബുകൾ 11,257 കേരളത്തിലെ സ്കൂളുകളിൽ വന്നു കഴിഞ്ഞു. 45,000 ക്ലാസ് മുറികളാണ് ഹൈടെക്കായിട്ട് മാറിയത്. കേരളത്തിലെ സ്കൂൾ കെട്ടിടങ്ങൾ കണ്ടാൽ അവിശ്വസനീയമാണ്. കേരളത്തിന് പുറത്തുള്ളവർക്ക് ഒരു സർക്കാർ സ്കൂളിന് ഇതുപോലെ ഇത്ര മികച്ച അടിസ്ഥാന സൗകര്യമോ, ഇത്ര മികച്ച കെട്ടിടങ്ങളോ, ഇത്ര മികച്ച സൗകര്യങ്ങളോ? അപ്പോൾ ഒന്നാം പിണറായി സർക്കാർ സ്കൂൾ വിദ്യാഭ്യാസത്തിലാണ് ശ്രദ്ധിച്ചതെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ ഊന്നൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലാണ്. കേരളത്തിലെ ഗവേഷണം ഇതെല്ലാം മെച്ചപ്പെടുത്തുന്നതിലാണ് രണ്ടാം പിണറായി സർക്കാർ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. എത്തുമ്പോൾ നിർത്തും. അപ്പോൾ നമ്മളെല്ലാം ആകാംക്ഷയോടെ ഇപ്പം അങ്ങോട്ട് നോക്കിയിരിക്കണ്ട, ഇപ്പം ഇങ്ങോട്ട് നോക്കുക. മുഖ്യമന്ത്രിയും കൂട്ടരും എത്തുമ്പോൾ പ്രസംഗം നിർത്തും. അപ്പോ അല്ല, നിങ്ങളെല്ലാം ഇരുന്നാലേ ഇനി പ്രസംഗിക്കാൻ പറ്റൂ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടാവും മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കാണാൻ. അവർ കൺവെർട്ട് വന്നാൽ അപ്പൊ പ്രസംഗം നിർത്തും. ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ 3 പേര് നേരത്തെ വന്നിട്ടുള്ളത്. ശ്രീ റോഷിക്ക് തൊണ്ടയ്ക്ക് അല്പം ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അദ്ദേഹം ചുരുക്കി പ്രസംഗിച്ചതും ഞാൻ കുറച്ച് നീട്ടി പ്രസംഗിക്കേണ്ടി വന്നത്. അപ്പോ എങ്ങനെയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റം ഉണ്ടാവുന്നത് എന്നതാണ് ചൂണ്ടിക്കാണിച്ചത്. പറഞ്ഞു തുടങ്ങിയത് ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്നാണ്. പെൻഷൻ, ലൈഫ്, തൊഴിലുറപ്പ്, ക്ഷേമനിധി, PSC നിയമനങ്ങൾ, അതെല്ലാമാണ് പറഞ്ഞു തുടങ്ങിയത്. ക്ഷേമ പ്രവർത്തനം മാത്രമല്ല, വികസന പ്രവർത്തനം. അതിൽ തന്നെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വികസനത്തിന്, ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പുനഃസംഘടനയ്ക്ക് സർക്കാർ കൊടുക്കുന്ന ഊന്നലിനെ കുറിച്ചാണ് പറഞ്ഞത്. അവിടെ തീരുന്നുണ്ടോ? പശ്ചാത്തല സൗകര്യ വികസന രംഗത്ത് കണ്ണഞ്ചിപ്പിക്കുന്ന മാറ്റമല്ലേ കേരളത്തിൽ ഉണ്ടായത്? കിഫ്ബി 86,000 കോടിയുടെ പദ്ധതികളാണ് കഴിഞ്ഞ 7 കൊല്ലം കൊണ്ട് കേരളത്തിൽ നടപ്പാക്കിയത്. 86,000 കോടി രൂപയുടെ. അതിൽ 20,000 കോടി സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള നഷ്ടപരിഹാരമാണ്. 66,000 കോടിയാണ് പ്രൊജക്ട് കോസ്റ്റ് എന്ന് പറയുന്നത്. എന്തെല്ലാമാണ് കിഫ്ബിയിൽ യാഥാർത്ഥ്യമായത്? നമ്മുടെ എല്ലാം മുമ്പിൽ സ്കൂളുകൾ ഉയർന്നു വന്നത്, ആശുപത്രികൾ ഉയർന്നു വന്നത്, പാലങ്ങൾ, ഫ്ലൈ ഓവറുകൾ, അടിപ്പാതകൾ, ഇതെല്ലാം ഉയർന്നു വന്നത് എങ്ങനെയാണ്? കിഫ്ബി ഉപയോഗിച്ചുകൊണ്ടാണ് ഇതെല്ലാം നടപ്പാക്കിയത്. ഞാനതിൻ്റെ വിശദമായ കണക്കുകളുണ്ട്. എല്ലാ കണക്കും പറഞ്ഞ് ഈ വൈകുന്നേരം നിങ്ങളെ കണക്ക് പഠിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ ദേശീയപാതയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. 45 മീറ്ററിൽ അതിവിശാലമായി വീതിയേറിയ ദേശീയപാത അതിവേഗം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. 2025 മാർച്ച് ആകുമ്പോഴേക്കും ദേശീയപാത നിർമ്മാണം പൂർത്തിയാവും എന്ന് ഈ ഗവൺമെന്റിന് വേണ്ടി ആത്മവിശ്വാസത്തോടു കൂടി ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. അതുണ്ടാക്കുന്ന മാറ്റം എന്തായിരിക്കും? കേരളത്തിന്റെ ഭാഗധേയത്തെ തന്നെ മാറ്റിവരയ്ക്കാൻ പോകുന്ന വൻകിട പദ്ധതിയാണ് ദേശീയപാത. എങ്ങനെ യാഥാർത്ഥ്യമായെന്ന് ഓർക്കണം. കേന്ദ്ര ഗവൺമെന്റ് 2016 ഉപേക്ഷിച്ച് പോയതാണ് ദേശീയപാത. സ്ഥലമെടുക്കലിനെതിരെ സമരം വന്നു. സമരം വന്നപ്പോ അന്നത്തെ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന് ദേശീയപാത വികസിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. കേന്ദ്രം പറഞ്ഞു, ഇനി ഞങ്ങൾ തുടങ്ങണമെങ്കിൽ ചെലവിന്റെ 4/1 നിങ്ങൾ എടുക്കണം. ദേശീയപാത കേന്ദ്രത്തിൻ്റെതാണ്. ചെലവ് പൂർണ്ണമായും വഹിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വമാണ്. ഇന്ത്യയിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ചെലവ് പൂർണ്ണമായും വഹിക്കുന്നത് കേന്ദ്രമാണ്. പക്ഷെ കേരളത്തിന്റെ കാര്യം വന്നപ്പോൾ കേന്ദ്രം പറഞ്ഞു, ചെലവിന്റെ 4/1 നിങ്ങൾ വഹിക്കണം. കേന്ദ്രം കരുതിയത് ഇത്ര വലിയ തുക വഹിക്കണമെന്ന് പറഞ്ഞാൽ നാം ഉപേക്ഷിച്ചു പോകും എന്നാണ്. എന്നാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു, ശരി, ആവശ്യം ഞങ്ങളുടേതാണ്, നടക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ്,
അതുകൊണ്ട് ചെലവിന്റെ 1/4 ഞങ്ങൾ വഹിക്കാം. എത്രയാണെന്നറിയോ? 5580 കോടി രൂപ. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തോടും കേന്ദ്രം ഇങ്ങനൊരു നിലപാടെടുത്തിട്ടില്ല. 5580 കോടി രൂപ കേരളം എണ്ണിക്കൊടുത്തു. കിഫ്ബിയിൽ നിന്ന് സ്ഥലമേറ്റെടുക്കൽ പൂർത്തിയായി. സമരം ചെയ്തവരെല്ലാം പിന്നെ വന്നു, ഞങ്ങളുടെ സ്ഥലം കൂടി ഏറ്റെടുക്കൂ. കാരണം എന്താ? അത്ര ഉയർന്ന നഷ്ടപരിഹാരം കിട്ടി. സമരം നടന്നിടത്തെല്ലാം സമാധാനപരമായിട്ട് സ്ഥലമേറ്റെടുത്തു. 45 മീറ്ററിൽ ദേശീയപാത നിർമ്മാണം നടക്കുകയാണ്. ഗെയിൽ പൈപ്പ് ലൈൻ ഉപേക്ഷിച്ചു പോയതാണ്. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി വന്നു, ഗെയിൽ പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമായി. ഇപ്പൊ പണി പൂർത്തിയായി കഴിഞ്ഞല്ലോ. പണ്ടൊരാൾ വെല്ലുവിളിച്ചു, ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. കേരളത്തിലൊരു പ്രധാന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് വെല്ലുവിളിച്ചു, ഈ 2 കാര്യങ്ങൾ നടത്തി കാണിക്കാൻ കഴിയുമോ മുഖ്യമന്ത്രിക്ക് എന്ന്. 2016 മുഖ്യമന്ത്രി ആയപ്പോൾ ചോദിച്ചത് ദേശീയപാത വികസനവും അതുപോലെ ഗെയിലും നടത്തി കാണിച്ചാൽ ഞങ്ങൾ അംഗീകരിക്കാം. 2 നടത്തി കാണിച്ചല്ലോ കേരളത്തിൽ. 2 കാര്യങ്ങളും നടന്നു. അവിടെ അവസാനിക്കുന്നുണ്ടോ? ഇല്ല. ഇടമൺ കൊച്ചി പവർ ഹൈവേ ഉപേക്ഷിച്ചു പോയതാണ്, യാഥാർത്ഥ്യമായി. നവകേരള സദസ്സ് 2023 ഈ അങ്കണത്തിലേക്ക് കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി മറ്റ് മന്ത്രിമാരോടൊപ്പം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നവംബർ 18 കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ഡിസംബർ 24 തലസ്ഥാനത്ത് അവസാനിക്കുന്ന നവകേരള സദസ്സ് 100ഓളം വേദികൾ വിജയകരമായി പൂർത്തീകരിച്ച് ചങ്ങനാശ്ശേരിയുടെ മണ്ണിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. നവകേരളത്തിന്റെ വിജയക്കുതിപ്പിന് ചുക്കാൻ പിടിച്ച ആദരണീയനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ മറ്റ് മന്ത്രിമാരോടൊപ്പം ഈ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനകേന്ദ്രീകൃത സർക്കാർ ഭരണത്തിന്റെ വിജയക്കുതിപ്പിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഒപ്പത്തിനൊപ്പം നിന്ന് കേരള മന്ത്രിസഭ SB കോളേജ് അങ്കണത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ചങ്ങനാശ്ശേരിയുടെ പ്രിയങ്കരനായ MLA-യും ചങ്ങനാശ്ശേരി നിയോജക മണ്ഡല നവകേരള സദസ്സിന്റെ ചെയർമാനുമായ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ സാറിനൊപ്പം ഈ ജനകീയ മന്ത്രിസഭയെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആദരണീയനായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടൊപ്പം ബഹുമാനപ്പെട്ട ആന്റണി രാജു ഗതാഗത വകുപ്പ് മന്ത്രി വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തെ ചങ്ങനാശ്ശേരി നവകേരള സദസ്സിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട P. രാജീവ് അവർകൾ ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അഹമ്മദ് ദേവർകോവിൽ, ബഹുമാനപ്പെട്ട റിയാസ് സർ, P. പ്രസാദ്, ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി, എല്ലാവരെയും ചങ്ങനാശ്ശേരിയുടെ മണ്ണിലേക്ക് നവകേരള സദസ്സിലേക്ക് ഏറെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. നവകേരള സദസ്സ് ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിന്റെ മണ്ണിലേക്ക് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി അവർകൾ, ശ്രീ സജി ചെറിയാൻ അവർകൾ, ശ്രീമതി R. ബിന്ദു അവർകൾ, ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് അവർകൾ എന്നിവർ എത്തിച്ചേർന്നിരിക്കുന്നു. ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിൽ നവകേരള സദസ്സ് ഒന്നായി ഏവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ഈ മന്ത്രിസഭയോടൊപ്പം എത്തിച്ചേർന്നിരിക്കുകയാണ്. ചങ്ങനാശ്ശേരിയിലെ നവകേരള സദസ് 2023 വേദിയിലേക്ക് കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പിണറായി വിജയൻ അവർകൾ ഈ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്.
കേരളത്തിൻ്റെ വികസന നോട്ടങ്ങൾ ബഹുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായി സംഘടിക്കപ്പെടുന്ന നവകേരള സദസ് 2023 ചങ്ങനാശ്ശേരിയിലെ ഈ വേദിയിലേക്ക് കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവർകൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. നവംബർ 18 കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ഡിസംബർ 24 തലസ്ഥാനത്ത് അവസാനിക്കുന്ന നവകേരള സദസ്സ് 100ഓളം വേദികൾ വിജയകരമായി പൂർത്തീകരിച്ച് ചങ്ങനാശ്ശേരിയുടെ ചങ്കിലെത്തിച്ചേർന്നിരിക്കുന്നു. നവകേരളത്തിന് വിജയക്കുതിപ്പിന് ചുക്കാൻ പിടിച്ച് ആദരണീയനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ മറ്റ് മന്ത്രിമാരോടൊപ്പം ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ജനകേന്ദ്രിത സർക്കാർ ഭരണത്തിന്റെ വിജയക്കുതിപ്പിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഒപ്പത്തിനൊപ്പം നിന്ന് കേരള മന്ത്രിസഭ SB കോളേജ് അങ്കണത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ചങ്ങനാശ്ശേരിയുടെ പ്രിയങ്കരനായ MLAയും ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലം നവകേരള സദസ്സിന് ചെയർമാനുമായ അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ സാറിനൊപ്പം ഈ ജനകീയ മന്ത്രിസഭയെ ചങ്ങനാശ്ശേരി ഒന്നടങ്കം സ്വാഗതം ചെയ്യുന്നു. ബഹുമാന്യനായ മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും SB കോളേജിന്റെ നിറഞ്ഞു കവിഞ്ഞ മൈതാനത്തെ ആവേശം കൊള്ളിച്ച് നമ്മുടെ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞാനിനി ദീർഘമായി പ്രസംഗിക്കുന്നില്ല. പറഞ്ഞു വന്നത് കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള സമാനതകളില്ലാത്ത ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. രാജ്യത്തിനാകെ മാതൃകയാവുന്ന, രാജ്യത്ത് മറ്റെവിടെയും നടപ്പാക്കിയിട്ടില്ലാത്ത കേരളത്തിന്റെ മാത്രം സവിശേഷതകളായ ക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ചും രാജ്യത്താദ്യമായി നടപ്പാക്കുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും അടിസ്ഥാന സൗകര്യ വികസനത്തെക്കുറിച്ചുമൊക്കെയാണ് പറഞ്ഞത്. ഇനി ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നിർത്താം. ഇതെല്ലാം നടപ്പാക്കുന്നത് ഏത് സാഹചര്യത്തിലാണ്? അതാണ് ഏറ്റവും പ്രധാനം. ഈ പറഞ്ഞ വിശദീകരിച്ച ആയിരക്കണക്കിന് കോടി രൂപയുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ ഇതെല്ലാം നടപ്പാക്കുന്നത് ഏത് സാഹചര്യത്തിലാണ്? രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു സംസ്ഥാന ഗവൺമെന്റിനും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത, താരതമ്യമില്ലാത്ത ശത്രുതയും പ്രതികാരബുദ്ധിയും പ്രകടിപ്പിക്കുന്ന ഒരു കേന്ദ്ര സർക്കാരിന്റെ ഞെരുക്കലിനെ അതിജീവിച്ചുകൊണ്ടാണ്, ശ്വാസം മുട്ടിക്കലിനെ അതിജീവിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞ ഇപ്പൊ വിശദീകരിച്ച് ഈ കാര്യങ്ങളെല്ലാം കേരളത്തിൽ ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇന്നത്തെ മലയാള മനോരമ പ്രസിദ്ധീകരിച്ചൊരു കണക്ക് മാത്രം പറയാം. ഇങ്ങനെ അപൂർവമായിട്ട് നമ്മുടെ മാധ്യമങ്ങൾ വേറൊരു റിപ്പോർട്ടിന്റെ കൂട്ടത്തിലാണ് എങ്കിലും അപൂർവമായിട്ട് ചിലപ്പോൾ വസ്തുതകളങ്ങ് പറഞ്ഞു പോവാറുണ്ട്. അങ്ങനെ പറഞ്ഞു പോയൊരു കണക്കാണ്. എന്താണ്? കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വിഹിതം 2021-22 57,302 കോടി രൂപ, 2022-23 46,490 കോടി രൂപ. അപ്പൊ തന്നെ എത്ര കുറഞ്ഞു? 14,000-ഓളം കോടി കുറഞ്ഞു. 2021-22 നിന്ന് 2022-23 എത്തിയപ്പോൾ 14,000 കോടി കുറഞ്ഞു. 2023-24 നടപ്പ് വർഷം എത്രയാണ്? 39,216 കോടി. അപ്പൊ കുറഞ്ഞത് എത്ര? 18,000 കോടിയിലധികം കുറഞ്ഞു. ഇത് നികുതി വിഹിതത്തിന്റെ കാര്യമാണ്. നികുതി മാത്രമല്ല, നികുതിയും ഗ്രാൻഡും ചേർന്നാണ്. എത്രയാണ് കേരളത്തിന് കൊല്ലം മാത്രം ആകെ ഉണ്ടായ കുറവ്? ഇത് നികുതിയും ഗ്രാൻഡും മാത്രമാണ്. കുറവ് 57,400 കോടിയാണ്. ഏതെല്ലാം ഇനത്തിലാണ് കുറവുണ്ടായത്? 18,000 കോടി രൂപ കുറഞ്ഞത് നികുതി വിഹിതത്തിലാണ്. 19,400 കോടി രൂപ കുറഞ്ഞത് വായ്പാ പരിധി വെട്ടിച്ചുരുക്കിയ ഇനത്തിലാണ്. 19,400 കോടി. രണ്ടും കൂടി ആയാൽ എത്ര? 37,400 കോടി. 8,000 കോടി കുറഞ്ഞത് നമ്മുടെ റവന്യൂ കമ്മി ഗ്രാൻഡ് ഇനത്തിലാണ്. അപ്പൊ 37,400 പ്ലസ് 8,000 45,400. 12,000 കോടി രൂപ കേന്ദ്രം കുറച്ചത് GST നഷ്ടപരിഹാരം നിർത്തലാക്കിയ വകയിലാണ്. 45,400 പ്ലസ് 12 57,400 കോടി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റിന് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഇന്ത്യയിൽ മറ്റേതെങ്കിലും ഒരു ഗവൺമെന്റാണ് ഇങ്ങനെ ഒരു സാഹചര്യം നേരിട്ടത് എങ്കിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? ആ ഗവൺമെന്റ് ഇല്ലാതായിട്ടുണ്ടാവും. ആ സംസ്ഥാനം കുത്തുപാളയെടുത്തിട്ടുണ്ടാവും.
അത്ര വലിയ കെടുതി കേരളത്തിന് മേൽ അടിച്ചേൽപ്പിച്ചിട്ടും കേരളം ഇപ്പോഴും വീണു പോകാതെ നട്ടലിൽ നിവർന്ന് തല ഉയർത്തി നിൽക്കുകയാണ്. കാരണം ഈ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന LDF സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ അസാമാന്യമായ നിശ്ചയദാർഢ്യവും കൂട്ടായ പ്രവർത്തനത്തിന്റെയും മികച്ച പ്രവർത്തനത്തിന്റെയും ഫലമായിട്ടാണത്. ഒരു ഗവൺമെന്റ് കേരളത്തിലുണ്ട്, കരുത്തുറ്റൊരു ഗവൺമെന്റ് ഉണ്ട് എന്നതുകൊണ്ടാണ് 57,400 കോടി രൂപ കണ്ണിൽ ചോരയില്ലാതെ ഒറ്റ കൊല്ലം ഈ കേന്ദ്ര സർക്കാർ വെട്ടിച്ചുരുക്കിയിട്ടും കേരളം എങ്ങനെ നിൽക്കുന്നത്. അപ്പോ 1-2 മാസം പെൻഷൻ ചിലപ്പോൾ വൈകും. 57,400 കോടി വെട്ടിച്ചുരുക്കിയിട്ട് പെൻഷൻ 1-2 മാസം വൈകലല്ലേ ഉണ്ടായിട്ടുള്ളൂ. 18 മാസത്തെ കുടിശ്ശിക വന്നിട്ടില്ലല്ലോ. 57,400 കോടി വെട്ടിച്ചുരുക്കുമ്പോൾ ചിലപ്പോൾ DA കൊടുക്കുന്നത് തൽക്കാലം മാറ്റിവെക്കേണ്ടി വരും. പക്ഷെ ശമ്പളം മുടങ്ങാതെ കിട്ടുന്നു ഓർക്കണം. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ശമ്പളം കൃത്യമായിട്ട് കൊടുക്കുന്നില്ല. അക്ഷരമാലാക്രമത്തിലാണ് ശമ്പളം കൊടുക്കുന്നത്. അക്ഷരമാലാക്രമത്തിൽ ആദ്യത്തെ മാസം A എന്ന പേര് അക്ഷരത്തിൽ തുടങ്ങുന്നവർക്ക്, പിന്നെ B എന്ന പേരിൽ തുടങ്ങുന്നവർക്ക്. അപ്പൊ വാസവൻ എന്നൊക്കെ പറഞ്ഞ V ആണ്. ശമ്പളം കിട്ടാൻ കുറെ കാത്തിരിക്കേണ്ടി വരും. കാരണം എയിൽ നിന്നാ തുടങ്ങുക. അങ്ങനെയാണ് അക്ഷരമാലാക്രമത്തിലെ പലയിടത്തും കൊടുക്കുന്നത്. ഇവിടെ ശമ്പളം മുടക്കമില്ലാതെ കൊടുക്കുന്നു. അപ്പൊ DA കുറച്ച് കാലതാമസം വരും. നമ്മുടെ ലൈഫ് ലിസ്റ്റിൽ ഇനി അവർക്കാകെ കൊടുക്കണമെങ്കിൽ 24,000 കോടി മതി. കേന്ദ്ര ഇക്കൊല്ലം മാത്രം വെട്ടിച്ചുരുക്കിയത് 57,400 കോടിയാണ്. അപ്പോഴാണ് നമുക്കിതിന്റെ ആഴം മനസ്സിലാവുക. എത്ര വലിയൊരു ആക്രമണമാണ് കേരളത്തിനെതിരെ സാമ്പത്തികമായി നടത്തുന്നത് എന്ന് മനസ്സിലാവുക. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇത് കേരളത്തോട് ചെയ്യുമ്പോൾ ഇതേ സമീപനമല്ല മറ്റ് സംസ്ഥാനങ്ങളോട്. ഇപ്പൊ കേരളത്തിൽ നിന്ന് നികുതിയായി പിരിക്കുന്ന തുക 1 രൂപ കേരളത്തിൽ നിന്ന് കേന്ദ്രം പിരിച്ചാൽ, കേന്ദ്രം ഇവിടെ നിന്ന് 1 രൂപ പിരിച്ചാൽ 46 പൈസ തിരിച്ചു തരുന്നത്. UP-യിൽ നിന്ന് 1 രൂപ നികുതി പിരിച്ചാൽ 2 രൂപ 44 പൈസ അവർക്ക് കൊടുക്കും. ഇതാണ് വിവേചനം എന്ന് പറയുന്നത്. ആ വിവേചനം ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കാൻ, ജനങ്ങളെയാകെ അണിനിരത്തി കേന്ദ്രത്തിന്റെ ഈ ശത്രുതയും പകയും തിരുത്തിക്കാൻ വേണ്ടിയാണ് നവകേരള സദസ്സ് ഗവൺമെന്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നവകേരള സദസ്സ് ചങ്ങനാശ്ശേരിയിൽ മാത്രമല്ല, കേരളത്തിലാകെ കണ്ട കാഴ്ച ജനങ്ങൾ ഒഴുകിയെത്തുന്നതാണ്. ചങ്ങനാശ്ശേരിയിലെ ഈ വലിയ SB കോളേജിന്റെ മൈതാനത്തേക്ക് ഒഴുകിയെത്തിയ ആയിരക്കണക്കിന് ആളുകളെ കേരളത്തിലെ LDF സർക്കാരിന് വേണ്ടി സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നവകേരള സദസ്സ് 2023 ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിന്റെ ഈ സദസ്സിന് ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് സ്വീകരണം നൽകുന്നത് ബഹുമാനപ്പെട്ട മന്ത്രിമാരെ നമ്മളിപ്പോൾ സ്വീകരിക്കുകയാണ്. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഏറ്റവും ആരാധനയായ ശ്രീ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നമ്മുടെ മന്ത്രിമാരെ സ്വീകരിക്കുകയാണ്. ആദ്യമായി ചങ്ങനാശ്ശേരി മണ്ണിലേക്ക് കടന്നു വന്ന കേരളത്തിൻ്റെ ആരാധനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവരെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ബഹുമാനായ കേരളത്തിലെ ജലസേചന വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ബഹുമാന്യായ ശ്രീമതി ചിഞ്ചു റാണി, മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷിനെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ബഹുമാനായ വനം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ അവരെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ബഹുമാനായ വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ K കൃഷ്ണൻകുട്ടി അവരെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ബഹുമാനായ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ആന്റണി രാജു അവരെ ഞാൻ നിങ്ങൾക്ക് സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ബഹുമാനായ തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് തേവർകോവിലിനെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. ദേവസ്വം പട്ടികജാതി വകുപ്പ് മന്ത്രി ബഹുമാനായ K രാധാകൃഷ്ണൻ അവരെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു.
ബഹുമാനായ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് അവരെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനായ സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസവൻ അവരെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനായ ഫിഷറീസ് വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാൻ അവരെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനായ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസിനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനായ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് അവരെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവരെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. ബഹുമാനായ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് GR അനിൽ അവരെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ബഹുമാനിയായ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ശ്രീമതി R ബിന്ദുവിനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ബഹുമാനിയായ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനിയായ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ അവരെ നിങ്ങൾക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സ്നേഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട കളക്ടർ ഉൾപ്പെടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഇവിടെ എത്തിയ ചങ്ങനാശ്ശേരി നിയോജകമണ്ഡലത്തിലെ എല്ലാ ജനങ്ങളെയും മാടപ്പള്ളി, വാഴപ്പള്ളി, തൃക്കുടുത്താനം, പായിപ്പാട്, കുറിച്ചി, ചങ്ങനാശ്ശേരി ടൗൺ ഉൾപ്പെടെയുള്ള എല്ലാ ജനങ്ങളെയും ഞാൻ വളരെ ആത്മാർത്ഥമായി ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യാം. നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ ശ്രീമതി ബീന ജോബിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിയ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഏറ്റവും ബഹുമാനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, നമുക്കറിയാം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നവംബർ മാസം 18-ാം തീയതി ആരംഭിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന നവകേരള സദസ്, ഈ നവകേരള സദസ് ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് ചങ്ങനാശ്ശേരിയുടെ ചരിത്രത്തിൽ ഒരു പുതിയ മുഹൂർത്തം, ഒരു പുതിയ ചരിത്രം എഴുതിയിരിക്കുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും ആദ്യമായി ചങ്ങനാശ്ശേരിയുടെ മണ്ണിൽ വന്നപ്പോൾ നമുക്ക് വലിയ നിറഞ്ഞ കൈയോടെ സ്വീകരിക്കാം. പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെ ഈ നവകേരള സദസ്സ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഞാൻ ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുന്നു. സഹോദരീ സഹോദരന്മാരെ, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട വിശദമായ കാര്യങ്ങളാകെ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുവായ വിവരങ്ങൾ ജനസമക്ഷം അവതരിപ്പിക്കുക എന്നതാണ് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിച്ചത്. ഇതിൽ നാടാകെ ഒന്നിച്ച് ഈ കാര്യങ്ങളിൽ നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്തണമെന്നാണ് സർക്കാർ ആഗ്രഹിച്ചിരുന്നത്. കാരണം ഇതിനകത്ത് ഒരു ഭേദചിന്തയും ഉണ്ടാകേണ്ടതില്ല. നമ്മുടെ നാടിപ്പോൾ എവിടെ എത്തി, ഇനി ഇവിടുന്ന് മുൻപോട്ട് നീങ്ങാൻ ആസൂത്രണം ചെയ്യുന്ന പദ്ധതികൾ എന്തൊക്കെയാണ്, ഇതാണ് ഒരു ഭാഗം. അതോടൊപ്പം നമ്മുടെ നാടിൻ്റെ ഭാവി കണ്ടുകൊണ്ട് നടപ്പാക്കുന്ന പദ്ധതികൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ബോധപൂർവമായ തടസ്സങ്ങളുണ്ടാവുകയാണ്. ആ തടസ്സങ്ങൾ അവസാനിപ്പിക്കാനും തിരുത്തിക്കാനും ഒട്ടേറെ തവണ സംസ്ഥാന സർക്കാർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ വീറോടെയും വാശിയോടെയും സംസ്ഥാനത്തിനെതിരെയുള്ള നടപടികൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ ജനങ്ങളുടെ മുന്നിൽ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കാം എന്നാണ് സർക്കാർ കണ്ടത്. ഇതിൽ
എന്തുകൊണ്ടോ എന്നറിയില്ല, UDF ഈ നവകേരള സദസ്സ് ബഹിഷ്കരിക്കുന്നുവെന്നാണ് ആദ്യമേ പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനം പ്രതിപക്ഷ നേതാവിൽ നിന്നാണ് ആദ്യമുണ്ടായത്. പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് പാർട്ടിയും അത്തരമൊരു നിലപാട് സ്വീകരിച്ചപ്പോൾ UDFിലെ ഘടകകക്ഷികളെല്ലാം അതിനനുകൂലമായ നിലപാട് പിന്നീട് സ്വീകരിക്കുന്നതാണ് നാം കണ്ടത്. പക്ഷെ എന്തിനാണ് ബഹിഷ്കരണം? ഏതിനോടാണ് വിയോജിപ്പുള്ളത്? ആ കാര്യം ഇതേവരെ പ്രതിപക്ഷ നേതാവിനോ കോൺഗ്രസിനോ വ്യക്തമാക്കാനായിട്ടില്ല. നവകേരള സദസ്സ് ആരംഭിച്ചതിന് ശേഷം എല്ലാ ദിവസവും നവകേരള സദസ്സിനെ അപകീർത്തിപ്പെടുത്താനുള്ള ഒട്ടേറെ ആരോപണങ്ങൾ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ കൂട്ടത്തിലും എന്താണ് ഈ നവകേരള സദസ്സിനെ എതിർക്കാനുണ്ടായ കാരണം എന്നതിനെക്കുറിച്ച് പറയുന്നേയില്ല. മറ്റ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞെതിർക്കുന്ന നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ ആർക്കും എതിരായുള്ള പരിപാടിയല്ല ഇത്. നാടിനു വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി, നാടിൻ്റെ ഭാവിക്ക് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉള്ള ഒരു പരിപാടിയാണിത്. ആ പരിപാടിയിൽ സാധാരണഗതിയിൽ പ്രതിപക്ഷ നേതാവും കോൺഗ്രസുമൊക്കെ സഹകരിക്കുകയാണ് വേണ്ടിയിരുന്നത്. പക്ഷേ കുറച്ചു കാലമായി സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും ഇവർ സഹകരിക്കാൻ തയ്യാറാകുന്നില്ല. ഞാൻ ഈ കൈ ഇങ്ങനെ വെച്ച് നോക്കുന്നത് നിങ്ങളെ മുമ്പിലിരിക്കുന്നവരെ മാത്രമേ എനിക്ക് കാണാൻ പറ്റൂ. നേരെ കണ്ണിന് മുമ്പിൽ ഈ ലൈറ്റുള്ളത് കൊണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു 5-10 വരിക്ക് ശേഷമുള്ള ആൾക്കാരെ കാണാൻ കുറച്ച് വിഷമമാണ്. അത് നമ്മുടെ ലൈറ്റുകാർ ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരം അത്. നമ്മളെ നല്ല ലൈറ്റത്ത് നിർത്തി നിങ്ങളെ ഇരുട്ടത്താക്കുക എന്നുള്ളതാണ് ഈ ലൈറ്റുകാരുടെ ഒരു പരിപാടി. പക്ഷേ നിങ്ങൾ നല്ല പിടിച്ചത് തന്നെയാണ്. ഇപ്പോൾ കുറച്ച് മങ്ങൽ വന്നപ്പോൾ ശരിക്ക് ഈ സദസ്സിൻ്റെ ഒരു വൈപുല്യം അതേ രീതിയിൽ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എന്തിനാണ് ഈ തരത്തിലൊരു നിസ്സഹകരണം ഉണ്ടായത് എന്ന് അവരിതേവരെ പറഞ്ഞിട്ടില്ല. ഇവിടെ കാണേണ്ട ഒരു വസ്തുത, കേരളത്തിൽ 20 ലോക്സഭാംഗങ്ങളാണല്ലോ. ആ 20-ൽ 18 പേര് ഇപ്പോൾ UDFിൻ്റെ ഭാഗമായിട്ടുള്ളവരാണ്. ഈ 18 പേരിൽ ആരുടെയെങ്കിലും ശബ്ദം നമ്മുടെ നാടിൻ്റെ പ്രശ്നത്തിൽ ഉയരുന്നതായിട്ട് കേട്ടിട്ടുണ്ടോ? ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ നേരിട്ട അവഗണന, വിവേചനം, നമുക്ക് ലഭിക്കേണ്ട സഹായം തടഞ്ഞത്, നമ്മുടെ നാട് നേരിടേണ്ടി വന്ന കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, മഹാമാരി. ഈ ഘട്ടത്തിലൊക്കെ ഒരു പ്രതിസന്ധി നേരിടുന്ന നാടിന് അർഹമായ സഹായം ചെയ്യാത്ത കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ നാടൊന്നാകെ പ്രതികരിക്കണമല്ലോ. ആ പ്രതികരണം ഏറ്റവും അധികം ഉയരേണ്ട സ്ഥലമാണല്ലോ പാർലമെൻറ്റ്. അവിടെ കാര്യങ്ങൾ ഉന്നയിക്കേണ്ടത് ഈ പാർലമെൻറ്റ് അംഗങ്ങളാണല്ലോ, കേരളത്തിലെ പാർലമെൻറ്റ് അംഗങ്ങളാണല്ലോ. ഈ 18 പേര് ഒരു ഘട്ടത്തിലും കേന്ദ്ര സർക്കാർ നമ്മുടെ നാടിന് നേരെ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ അരയക്ഷരം സംസാരിക്കാൻ തയ്യാറായിട്ടില്ല.
അതേസമയം കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ എങ്ങനെയൊക്കെ സമയം കിട്ടും, അതാണ് അവർ നോക്കിയിട്ടുള്ളത്. അത് പൊടിപ്പും തൊങ്ങലും വെച്ച് അവതരിപ്പിക്കാൻ എപ്പോഴും ശ്രദ്ധിച്ചു പോന്നിട്ടുണ്ട്. അപ്പോൾ അവർ കേരളത്തെ കഴിയാവുന്നത്ര ഇകഴ്ത്തി കാണിക്കുക, കേരളത്തിന് സഹായങ്ങൾ ലഭിക്കാതിരിക്കുക, ഇതാണ് യഥാർത്ഥ മനസ്സ്. അപ്പോൾ ആ മനസ്സ് ആരോടൊപ്പമാണ്? കേന്ദ്രത്തിലെ BJP ഭരണം നമ്മുടെ സംസ്ഥാനത്തിന് നേരെ പൂർണ്ണമായി അവഗണന കാണിക്കുന്നു. സംസ്ഥാനത്തെ ദ്രോഹിക്കുന്ന നിലപാടാണ് BJPയുടെ മനസ്സ്. അതിന് അവരുടേതായ കാരണങ്ങൾ കാണാം. ആ മനസ്സിനോടൊപ്പം കോൺഗ്രസും ചേരുകയാണ്. അതുകൊണ്ടാണ് കോൺഗ്രസ് MPമാർക്ക് ഇതിനെതിരെ അരയക്ഷരം സംസാരിക്കാൻ കഴിയാത്തത്. ഇത് ഈ ഘട്ടത്തിൽ മാത്രമല്ലല്ലോ, ഇനി ഇതിൻ്റെ പ്രത്യക്ഷത്തിലുള്ള ഉദാഹരണങ്ങൾ നമ്മുടെ പാർലമെൻറ്റ് സമ്മേളനത്തിന് മുൻപ് ഞങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് എപ്പോഴും MPമാരുടെ കോൺഫറൻസ് വിളിക്കും. ആ കോൺഫറൻസിൽ നേരത്തെ ധനമന്ത്രിയെ കണ്ട് നിവേദനം കൊടുക്കേണ്ട കാര്യം പറഞ്ഞത് ഇതേവരെയുള്ള സദസ്സിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവർ എല്ലാവരും സമ്മതിച്ചു ഞങ്ങൾ നിവേദനം കൊടുക്കുമെന്ന്. പക്ഷേ നിവേദനത്തിൽ ഒപ്പിടാൻ പോലും തയ്യാറായില്ല. ഈ കാര്യം ഇന്നലെ വരെയുള്ള എല്ലാ സദസ്സുകളിലും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. എന്നാൽ ഞങ്ങൾ ഇവരോടുള്ള അഭ്യർത്ഥന അതുകൊണ്ട് മാത്രം ഉപേക്ഷിച്ചില്ല. ഇത് നേരത്തെ നടന്നതാണ്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ മുന്നോടിയായി അവരെ വിളിച്ചപ്പോൾ അവരുടെ മുന്നിൽ വീണ്ടും ഈ അഭ്യർത്ഥന വെച്ചു. വീണ്ടും അവരെല്ലാം തുറന്ന മനസ്സോടെ സമ്മതിച്ചു, ഞങ്ങൾ കാണും, നിവേദനം കൊടുക്കും. ഇപ്പം ഇന്നലെ എന്താ ചെയ്തത്? നിവേദനം തയ്യാറാക്കി ഒപ്പിടേണ്ട ഘട്ടം വന്നപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ ഒപ്പിടില്ല, ഒപ്പിടണമെങ്കിൽ കേരളം ഈ സാമ്പത്തിക രംഗത്ത് വലിയ കെടുകാര്യസ്ഥയാണ് കാണിച്ചതെന്ന് പറയണം. ഇതാണ് അവരുടെ നിലപാട്. അപ്പോൾ കേരളത്തെ കുറ്റപ്പെടുത്തുക, കേരളത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെ പരോക്ഷമായി ന്യായീകരിക്കുക. കേന്ദ്ര ഗവൺമെൻറ് ഇതിലെന്തെങ്കിലും തെറ്റായ നിലപാട് സ്വീകരിച്ചു എന്നതിന് മുൻതൂക്കം കിട്ടാതിരിക്കുക. ഈ വന്ന പ്രശ്നങ്ങൾക്കെല്ലാം ആധാരം കേരളത്തിൻ്റെ കെടുകാര്യസ്ഥയാണെന്ന് സ്ഥാപിക്കാൻ നോക്കുക. ഇതാർക്കു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ്? എന്താണ് BJPയുടെ മനസ്സിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഇത്ര വലിയ ധൃതി ഇവിടുത്തെ കോൺഗ്രസ്സിന്? അതല്ലേ വരുന്നത്. ഇവിടെ രാജ്യത്തിനകത്ത് ഒരുപാട് മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായല്ലോ. ആ ഘട്ടത്തിലൊക്കെ വലിയ ശബ്ദമാണ് കേരളത്തിൻ്റേതായി പാർലമെൻറ്റിൽ വരാറ്. നമ്മുടെ ശബ്ദം അങ്ങനെ ഉയർന്നില്ലല്ലോ ഈ ടേമിൽ. എന്തേ കാരണം? വർഗീയതയോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചാൽ മാത്രമേ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി കനത്ത ശബ്ദം ഉയരൂ. ഇവിടെയുള്ള 18 പേര് നിശബ്ദരായി. പ്രധാന കാരണം കോൺഗ്രസ് MPമാർ തന്നെ. കോൺഗ്രസ്സിന് വർഗീയതയുമായി സമരസപ്പെട്ടു പോകാനായിരുന്നു താല്പര്യം. അവർക്ക് പിന്നെ എങ്ങനെ വർഗീയതയെ ശക്തമായി എതിർക്കാൻ പറ്റും? ഇടതുപക്ഷ MPമാരുടെ എണ്ണം കുറഞ്ഞപ്പോൾ നമ്മുടെ പാർലമെൻറ്റിന് സംഭവിച്ചത്, അല്ലെങ്കിൽ കേരളത്തിന് സംഭവിച്ചത്,
കേരളത്തിൻ്റെ തനതായ ശബ്ദം പാർലമെൻറ്റിൽ ഉയരാതായി. ഇതും നമ്മൾ കാണേണ്ടതാണ്. എന്തിന് ഈ കേരളത്തിൻ്റെ ഭാവി ഭദ്രമാക്കാൻ വേണ്ടി നടത്തുന്ന കൂട്ടായ ശ്രമത്തിൽ നിന്ന് വേറിട്ടു നിന്നോ ഒരു ഉത്തരവുമില്ല. പക്ഷേ ജനങ്ങൾ നേരത്തെ ഉത്തരം കണ്ടു. ഈ കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനാണല്ലോ ഞങ്ങൾ ഉദ്ദേശിച്ചത്. അങ്ങനെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ മഞ്ചേശ്വരത്ത് നിന്ന് തുടങ്ങിയ യാത്ര എല്ലായിടവും ഒരേപോലെയാണ്. ചങ്ങനാശ്ശേരി വരെ ഒരേ രീതിയിലാണ്. എന്താ, ഓരോ വേദിയിലേക്കും പതിനായിരങ്ങളാണ് ഒഴുകിയെത്തുന്നത്. ഈ ജനസഹസ്രങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ യഥാർത്ഥ പ്രശ്നം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ മുന്നോട്ട് വരാൻ തയ്യാറായിട്ടുള്ളത്. നമ്മുടെ നാട്, എൻ്റെ നാട് തകർന്നുകൂടാ. കാലാനുസൃതമായ പുരോഗതി നാട്ടിനുണ്ടാവണം. ഇതാണ് ഓരോ ആളും ചിന്തിക്കുന്നത്. അതിന് നവകേരള സദസ്സ് എൻ്റെ മണ്ഡലത്തിലെത്തുമ്പോൾ ഞാനും അവിടെ എത്തണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. എത്താൻ കഴിയാത്തവർ വഴിയോരങ്ങളിൽ ഞങ്ങൾ യാത്ര ചെയ്തു വരുമ്പോൾ ആയിരക്കണക്കിൽ തടിച്ചുകൂടി ഞങ്ങളെ അഭിവാദ്യം ചെയ്യുകയാണ്. അതിൽ എല്ലാ പ്രായക്കാരുമുണ്ട്. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന പൗരന്മാർ വരെ എല്ലാവരും ഒരേ വികാരത്തിലാണ്. അത് നാടിനു വേണ്ടിയുള്ള വികാരമാണ്. അത് നമ്മുടെ നാടിൻ്റെ ഇനിയുള്ള സദസ്സുകൾ നടക്കേണ്ട സ്ഥലങ്ങളിലെ ജനങ്ങൾക്ക് കൃത്യമായ സന്ദേശം നൽകുകയാണ്. ഞങ്ങളിതാ ഈ തരത്തിൽ വന്നിരിക്കുന്നു. നമ്മൾ എല്ലാവരും നാടിനു വേണ്ടി എഴുന്നേൽക്കണം. നാളെ നവകേരള സദസ്സ് നിങ്ങളുടെ സ്ഥലത്തേക്കാണ് വരുന്നത്. നിങ്ങളും ഞങ്ങളുടെ മാർഗത്തിൽ കൂട്ടായി സദസ്സിലെത്തിച്ചേരുക. ഈ സന്ദേശമാണ് ഭാവിയിലുള്ള നവകേരള സദസ്സിനു വേണ്ടി ഈ തടിച്ചുകൂടുന്ന ജനങ്ങൾ മഞ്ചേശ്വരം മുതൽ ചങ്ങനാശ്ശേരി വരെ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഒന്നിനൊന്ന് മെച്ചപ്പെട്ട സദസ്സുകളാണ് കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട സദസ്സുകളായിട്ടാണ് പിന്നീട് ഓരോ സദസ്സും മാറിയിട്ടുള്ളത്. ഇത് നാടിൻ്റെ വികാരമാണ്. ഇതാണ് നാം കാണേണ്ടത്. അതോടൊപ്പം സംസ്ഥാന സർക്കാരിനും നല്ലൊരു സന്ദേശം ജനങ്ങൾ നൽകുകയാണ്. നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയിക്കോ, ഞങ്ങൾ കൂടെയുണ്ട്. എന്താണ് ആ സന്ദേശം? അതിന് നന്ദി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യം. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക് ചങ്ങനാശ്ശേരി ജുമാ മസ്ജിദ് പ്രസിഡന്റ് ശ്രീ PS മുഹമ്മദ് ബഷീർ ഉപഹാര സമർപ്പണം നടത്തുന്നു.
അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഈ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു.